ജയിക്കാത്ത ആളാ സീറ്റ് കൊടുക്കണ്ട, എനിക്ക് ജയിച്ചേ മതിയാവും, എനിക്ക് തന്നേ പറ്റൂ, എനിക്ക് ജയിച്ചേ പറ്റൂ. ചെറിയാൻ ഫിലിപ്പിന്റെ കാര്യത്തിൽ പോലും വളരെ റെസ്പെക്റ്റോട് കൂടി നോ എന്ന് പറഞ്ഞാൽ നോ ആണ്. എന്നാലും എനിക്കത് ഉചിതമാണെന്ന് തോന്നുന്നു. ഈ സ്ത്രീകൾ എന്നാ തോക്കുമെന്ന് ആരും പറയത്തില്ലല്ലോ. ഞങ്ങളും കോട്ടകൾ പൊളിച്ചു, ഇടത് കോട്ടകൾ പൊളിച്ചു. സാധ്യതയുണ്ട്, ആ ഒരു ആരോഗ്യ പ്രശ്നം, ആ ഒരു നമ്മൾ എടുക്കുന്ന സ്ട്രെസ് ഉണ്ട്, അതെങ്ങനെ മാനേജ് ഈ ചെയ്യും? സാമ്പത്തിക പ്രതിസന്ധിയാണ് അത് പലപ്പോഴും തകർന്നു പോയിട്ടുണ്ട്. എൻ്റെ ഒരു നിലപാട്, പെണ്ണായതുകൊണ്ട് ചെയ്യുന്ന തെറ്റുകളെല്ലാം പെണ്ണെന്ന ആ പേര് വെച്ച് ന്യായീകരിക്കുന്നതോട് യോജിക്കാൻ പറ്റത്തില്ല. കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസുകാരൻ എൻ്റെ മോനെ വിളിച്ചു, ഈ പോലീസ് സ്റ്റേഷൻ നാളെ വരണമെന്ന് പറഞ്ഞു. ഏതൊരു കേസ് നമ്പർ പറഞ്ഞിട്ട് നീ അതിലുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് സാക്ഷിയാണ്, അത് മര്യാദയ്ക്ക് എത്തണം. വിഷമം തോന്നിയിട്ടുണ്ടോ? അപ്പൊ ഇടയ്ക്കൊക്കെ വിഷമം വരും. എൻ്റെ പ്രൊഫഷൻ എനിക്ക് അത്രമേൽ ഇഷ്ടമാണ്. ശരിക്കും കോൺഗ്രസിന്റെ വനിതാ സമരമുഖമാണ്. പക്ഷേ ഈ വിജയം എന്ന് പറയുന്നത് ഒരുപാട് വൈകി എത്തിയതായിട്ട് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയില്ല. ഒരുപാട് ആഗ്രഹിച്ചു എന്നുള്ളതാണ്. ആദ്യമൊന്നും ആഗ്രഹിച്ചില്ല. ഇപ്പൊ ഈ 2021 പരാജയത്തിന് ശേഷം ശരിക്കും പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് ജയിക്കുക എന്നതാണ് അയാളെ പ്രൂവ് ചെയ്യാനുള്ള ഒരു വലിയ കാര്യം, അല്ലെങ്കിൽ ജനങ്ങൾ അംഗീകരിക്കണമെങ്കിൽ അയാൾ ജയിക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായും. ആദ്യകാലത്തൊന്നും എനിക്ക് അങ്ങനെ ഒരു ചിന്തയോ വിചാരമോ ഇല്ലായിരുന്നു. എൻ്റെ ധാരണ, നമ്മൾ പൊതുപ്രവർത്തന രംഗത്ത് ജനങ്ങളുമായി ഇടപഴകി ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഓടി നടന്ന് അവരുടെ സ്നേഹവും ഇഷ്ടമൊക്കെ വാങ്ങി അതൊരു ആ ഊർജ്ജത്തിൻ്റെ ബലത്തിൽ മുന്നോട്ട് പോകാം. അതിനിടയിൽ ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊന്നും ഒരു വിഷയമല്ല. ഈ സ്നേഹത്തിൻ്റെയും അവരുടെ ഒരു ഇഷ്ടത്തിൻ്റെയും മുന്നിൽ അതിനെയൊക്കെ അതിജീവിച്ച് സന്തോഷത്തോടെ പോവുകയായിരുന്നു. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്ന് പറയുന്നത് എൻ്റെ പാർട്ടി, ഞാൻ പാർട്ടിയിലാണല്ലോ, പ്രസ്ഥാനത്തിലാണ് നിൽക്കുന്നത്. പ്രസ്ഥാനത്തിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യവും അനുകൂലമായ മണ്ണും ആണെങ്കിൽ ഞാൻ ജയിക്കും, ഇല്ലെങ്കിൽ പൊരുതി ചിലപ്പോൾ ജയിക്കും, ചിലപ്പോൾ ജയിക്കത്തില്ല. അതിന് അത്ര പ്രാധാന്യം ഞാൻ കൊടുത്തുള്ളൂ. പക്ഷെ പിൽക്കാലത്ത് ആവർത്തിച്ചുള്ളൊരു തോൽവി വന്നപ്പോഴാണ് അത് പല കോണിൽ നിന്ന് ഒളിഞ്ഞും തെളിഞ്ഞും വലിയ ആക്രമണവും പരിഹാസവും വന്നപ്പോഴാണ് രാഷ്ട്രീയ രംഗത്ത്, പൊതുരംഗത്ത് നിൽക്കുന്ന ആർക്ക് വിജയം അനിവാര്യമാണ്, പാർലമെൻ്ററി പ്രവർത്തനത്തിൻ്റെ ഭാഗമാകേണ്ടത് ഈ പറഞ്ഞതുപോലെ അടയാളപ്പെടുത്തലുകൾക്ക് അനിവാര്യമാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് തീർച്ചയായും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. ഇത്തവണ ബിന്ദു കൃഷ്ണയ്ക്ക് ജയിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ അതൊരു തിരിച്ചുവരവില്ലാത്ത പോക്കായിരിക്കും ബിന്ദു കൃഷ്ണയ്ക്ക് എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. ഒരു പക്ഷേ മാഡവും അങ്ങനെ കരുതിയിട്ടുണ്ടായിരുന്നു? തീർച്ചയായും അതെ, തീർച്ചയായും അതെ. എനിക്ക് ഈ വിജയം അത്രമേൽ പ്രിയപ്പെട്ടത്, അത്രമേൽ അനിവാര്യമാണ്. എനിക്ക് ജയിച്ചേ മതിയാവും. ചില സമയത്തൊക്കെ സീറ്റ് കാര്യത്തിലൊക്കെ ചിലരൊക്കെ അഭിപ്രായം പറയുന്നു, ജയിക്കാത്ത ആളാ സീറ്റ് കൊടുക്കണ്ട. അപ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകയുമായി, നമ്മുടെ പാർട്ടിയുടെ നേതാവുമായിട്ട് ആ ആളുടെ കാര്യത്തിൽ ഇതുപോലൊക്കെ അഭിപ്രായമൊക്കെ വന്നപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, തരുന്നെങ്കിൽ വാങ്ങിക്കാം, ജയിക്കുന്നെങ്കിൽ ജയിക്കട്ടെ എന്നാണ്. എനിക്ക് പറ്റില്ല, എനിക്ക് തന്നേ പറ്റൂ, എനിക്ക് ജയിച്ചേ പറ്റൂ, മരിക്കുന്നതിന് മുമ്പ് ജയിക്കുക. ഞാൻ ഈ വാചകം വെച്ച് മരിക്കുന്നതിന് മുമ്പ് എനിക്ക് ജയിച്ചേ പറ്റൂ. ജയത്തിൽ കുറഞ്ഞൊന്നും എൻ്റെ ജീവിതത്തിൽ പറ്റില്ല. അത്രമേൽ പ്രിയപ്പെട്ടതാണ് ഈ വിജയം. അത് സമ്മാനിച്ച കൊല്ലംകാരോട് ജീവിതത്തിലുടനീളം കടപ്പാടുണ്ട്. തോറ്റ MLA എന്നുള്ളൊരു വിളി ഉണ്ടായിരുന്നു 2021 ഇലക്ഷൻ സമയത്ത്. ചെറിയ വോട്ടുകൾക്ക് പരാജയപ്പെടുന്ന സമയത്ത് അവിടുത്തെ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളി സ്ത്രീകളൊക്കെ വളരെ ഇമോഷണലായിട്ട് മാഡത്തിനോട് സംസാരിക്കുന്നതും കെട്ടിപ്പിടിച്ച് കരയുന്നതും ഒക്കെ ഒരുപക്ഷെ ഞങ്ങളിൽ ഒരാൾ എന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടായിരുന്നിരിക്കണം. എങ്ങനെയാണ് അവിടെ നിന്ന് തോറ്റ MLA ആയി ഞാൻ പ്രവർത്തിച്ചേക്കാം എന്നുള്ളൊരു തോന്നൽ വന്നത്? ഞാനത് പോസിറ്റീവായിട്ടാണ് എടുത്തത്. കാരണം 56,500 വോട്ട് അന്ന് കിട്ടിയായിരുന്നു. അത്രയും ആളുകൾ എന്നിൽ പ്രതീക്ഷയല്ല, എൻ്റെ പ്രസ്ഥാനത്ത് പ്രതീക്ഷ അർപ്പിച്ചു. ആ പ്രതീക്ഷ കാത്തു സൂക്ഷിക്കണം. ഇനിയും കൂടുതൽ ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലണം. ഒരുപാട് കൊല്ലം നിയോജകമണ്ഡലത്തിലെ ഏതാണ്ട് എല്ലാവരുടെയും അടുത്തേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ചു. പൂർണ്ണമായി നടന്നില്ലെങ്കിലും കുറേയൊക്കെ നടന്നു. കൊല്ലത്ത് ബിന്ദു കയറാത്ത വീടില്ല ആയപ്പോഴും ആ സ്നേഹമാണോ ആൾക്കാർ? തീർച്ചയായും ഒരുപാടുണ്ട്. ഇപ്പോൾ ഞാൻ തൊട്ട് മുമ്പ് ഒരു മരണ വീട്ടിൽ പോയിട്ട് വരാം. ആ വീട്ടിൽ ഒരാൾ പോലും മാറി നിൽക്കാതെ അവരുടെ സന്തോഷം, ജയിച്ച സന്തോഷം, അവരുടെ കുടുംബത്തിലെ ഒരാൾ ജയിച്ചതുപോലെയാണ് എൻ്റെ വിജയത്തെ ഇവിടുത്തെ ഭൂരിപക്ഷം ആളുകൾ രാഷ്ട്രീയത്തിന് അതീതമായി ഉൾക്കൊള്ളുന്നത്. അതൊരു വലിയൊരു സാധാരണ ഒരാളെന്ന നിലയിൽ എനിക്ക് എന്താ പറയുക, അതൊരു വല്ലാത്ത അനുഭവമാണ്. അത്രയും സ്നേഹനിർഭരമായ അനുഭവം. അത് വിലമതിക്കാൻ, എന്താ പറയുക, അത് വില പറയാൻ പറ്റത്തില്ല, വിലമതിക്കാനാവാത്തതാണ്. ഒരുപക്ഷെ മഹിളാ കോൺഗ്രസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന 2 പേര് ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയായിരിക്കും. അന്ന് ഒട്ടേയുള്ളൊരു സൗഹൃദം ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നിരിക്കാം. അതിനകത്തുനിന്ന് ബിന്ദു കൃഷ്ണ മന്ത്രിയാവുന്നു. ഈ വിജയത്തോടെ എന്താണ് അവരുടെ ഒരു പ്രതികരണം? എങ്ങനെയാണ്? ചേച്ചിക്കും സന്തോഷമാണ്. പക്ഷേ ചേച്ചിയും മന്ത്രിയാവുമെന്ന് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത്. നമുക്കറിയാമല്ലോ, രാഷ്ട്രീയത്തിൽ അപ്പോഴപ്പോഴുണ്ടാകുന്ന സാഹചര്യങ്ങളാണ്. എങ്കിലും ചേച്ചിക്ക് ക്യാബിനറ്റ് റാങ്ക് ഉണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. മന്ത്രിയാകേണ്ടതായിരുന്നു. ശരിക്കും പൊളിറ്റിക്സിൽ എത്രമാത്രം സൗഹൃദങ്ങളുണ്ട്? എനിക്ക് കുറേ സൗഹൃദങ്ങളുണ്ട് എന്ന് വിചാരിച്ച് എല്ലാവരും സുഹൃത്തുക്കളാണ്. എങ്കിലും എന്താ പറയുക, ചിലർ അത്രമേൽ പ്രിയപ്പെട്ടതാണ്. ഷാൻ ചേച്ചിയൊക്കെ അങ്ങനെയുള്ള ഒരാളാണ്. നമ്മുടെ ഒരു വെളിപ്പുറത്ത് വരുന്ന സൗഹൃദങ്ങൾ. ഞാൻ
എസ് എൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് ചേച്ചി ആദ്യമായിട്ട് കാണുന്നത്. അന്ന് കെ എസിൻ്റെ സംസ്ഥാന, ഞാൻ യൂണിറ്റ് ഭാരവായി, ചേച്ചി കെ എസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റുമാണ്. അന്നത്തെ പ്രസിഡൻറ്റ് ശ്രീ കെ സി വേണുഗോപാൽ, അദ്ദേഹത്തോടൊപ്പം ചേച്ചി ഞങ്ങളുടെ എസ് എൻ കോളേജിൽ വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് മീറ്റ് ചെയ്തത്. പിന്നീട് നിരന്തരമായി ക്യാമ്പുകളിലും സമ്മേളനങ്ങളിലും, അന്ന് വളരെ കുറച്ച് വനിതകളേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. നന്ദിച്ചേരി നന്നായി പ്രസംഗിക്കും. കൊല്ലത്തെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്നു, പ്രീ ഡിഗ്രിക്കാരിയായിട്ട് കോളേജിലേക്ക് ചെല്ലുന്നത് ഒരു വലിയ SFI കോട്ടയിലേക്ക്. പക്ഷെ അവിടെ നേരെ നിന്ന് അവർക്കെതിരെ പറഞ്ഞ് ഞാൻ SFIയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടം ശരിക്കും എവിടെ നിന്നാണ് വന്നത്? അതെനിക്കൊന്ന് ഇൻബോൺ ആയിട്ടുള്ളതാണ്. എൻ്റെ അച്ഛൻ കറകളഞ്ഞ കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ അച്ഛൻ്റെ ഒപ്പം ഞാൻ ശ്വസിക്കുന്നത് രാഷ്ട്രീയമാണെന്ന് പറഞ്ഞാൽ അതിശോക്തിയില്ല. അത്രമേൽ രാഷ്ട്രീയം ഓർമ്മ വെച്ച കാലം തൊട്ട്. ഞങ്ങളുടേതൊരു 4 റോഡ് ചേരുന്ന ഒരു ജംഗ്ഷനിലാണ് വീട്. അപ്പോൾ അന്നത്തെ കാലത്ത് അധികം ബസ്സും ഒക്കെ ഇല്ല. ഞങ്ങളുടെ ഈ 4 റോഡിൽ 2 റോഡിലേ ബസ്സുള്ളൂ, ബാക്കി 2 റോഡ് ചെമ്മൻ പാതകളാണ്. അപ്പോൾ അതൊക്കെ വലിയ നിലയിലായി. അപ്പോൾ എല്ലാവരും വന്ന് ഇറങ്ങുന്ന ജംഗ്ഷൻ കട്ടച്ചൽ എന്ന് പറയുന്ന ഞങ്ങളുടെ ജംഗ്ഷൻ. അപ്പോൾ പാർട്ടി മീറ്റിങ്ങുകളൊക്കെ അവിടെ വെച്ചാണ്. അപ്പോൾ ചെറുപ്പം തൊട്ടേ ഈ പാർട്ടി മീറ്റിങ്ങുകളൊക്കെ കാണുകയും കേൾക്കുക, അവിടുത്തെ ചർച്ചകൾ കേൾക്കുക. അക്ഷരം കൂട്ടി വായിക്കാൻ പഠിച്ച കാലം മുതൽ പത്രവായനയിൽ അച്ഛൻ്റെ ഒരു നിർദ്ദേശവും പ്രോത്സാഹനവും അതിലേക്ക് ആക്കിയതാണ്. പിന്നെ രാവിലെ കുറച്ച് വായിച്ചു പഠിച്ച് അല്പം വായിക്കാനായി കഴിഞ്ഞപ്പോൾ പിന്നെ അച്ഛന് പണിയായി. രാവിലെ പത്രം വരുമ്പോൾ അടിയായി, മുമ്പേ വായിക്കണം, അടി മീൻസ് സ്നേഹപൂർവ്വം. രാഷ്ട്രീയം എന്നത് ഓർമ്മ വെച്ച കാലം മുതലുണ്ട്. അത് അങ്ങനെ ഇപ്പോഴും തുടരും. രാഷ്ട്രീയത്തിന് വേണ്ടി ജീവിതം മാറ്റിവെക്കുകയോ ജീവിതത്തിന് വേണ്ടി രാഷ്ട്രീയം മാറ്റിവെക്കുകയോ ചെയ്തിട്ടില്ല. രണ്ടും ഒരുമിച്ച് തന്നെ കൊണ്ടുപോകാൻ അന്നും ഇന്നും എന്നും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളൊക്കെ പറയാറുണ്ട്, നാട്ടിൻപുറത്തെ ചായക്കടകളിലാണ് വലിയ രാഷ്ട്രീയ ചർച്ചകൾ ഉണ്ടാവുക. മാം വളർന്നു വന്നൊരു സാഹചര്യം, അതിലും അച്ഛൻ്റെ ജോലിക്ക് സഹായിക്കുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ചായ ചർച്ചകളിലൊക്കെ അതൊക്കെ ഓർമ്മയുണ്ടോ? ഞങ്ങൾ വീട്ടിൽ എൻ്റെ അച്ഛൻ ചായക്കട തുടങ്ങിയത് ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. അതിന് മുമ്പും ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റും, ഞങ്ങളുടെ വീട്ടിൽ തന്നെ കുറച്ച് ചെറിയ ചെറിയ കടകളുണ്ട്, ഓരോ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ കടകളിലെല്ലാം എല്ലാ ടൈപ്പ് കടകളുണ്ട്. ചായക്കടയുണ്ട്, മുറുക്കാൻ കടയുണ്ട്, പലചരക്കടയുണ്ട്, അങ്ങനെ. അപ്പോൾ ഈ ഞങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചായക്കടകളിൽ രാഷ്ട്രീയം ചർച്ച, ആ ചർച്ചയുടെ മുഖ്യ ചർച്ചക്കാരൻ അച്ഛനും കൂടിയാണ്, കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച്. അയ്യോ എന്തുമാത്രം ആശയ സംഘടനകൾ. എല്ലാവരും നാട്ടിൻപുറത്തെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ ആർക്കും എന്താണോ മനസ്സിലുള്ളത് പ്രകടിപ്പിക്കാൻ മടിയില്ല. ഇപ്പോൾ ഉച്ചത്തിൽ പറയും, വേറൊരാൾ കേൾക്കുന്നു. അങ്ങനെ നിഷ്കളങ്കരായ മനുഷ്യരുടെ ഒരു കൂട്ടായ്മയാണല്ലോ പൊതുവേ നാട്ടിൻപുറം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചർച്ചകളെല്ലാം സാഗൂതം കേൾക്കും. അതൊക്കെ നമ്മൾ പരുവപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. നമ്മുടെ അഭിപ്രായം തുറന്നു പറയാനും നിർഭയമായി ജീവിക്കാനും ഒക്കെ ഒരുപക്ഷെ അതൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടാകാം. KSU അധികം ഇല്ലാതിരുന്നൊരു സമയത്താണ് വന്നതെന്ന് പറഞ്ഞല്ലോ. അന്ന് തൊട്ട് ഇന്ന് വരെ ഇപ്പോഴും നിലപാട് പറയാൻ മാഡത്തിന് മടി ഞാൻ കണ്ടിട്ടില്ല. സ്വന്തമായിട്ട് അഭിപ്രായം പറയാം, റെസ്പെക്ട്ഫുള്ളി എനിക്കതിനോട് വിയോജിക്കാം എന്നുള്ളത് മനസ്സിലാവുന്നതും അതിന് പരുവപ്പെടുന്നതും എങ്ങനെ? അതൊന്നും പേർപ്പസ്ഫുള്ളി ഉണ്ടായതല്ല, സ്വാഭാവികമായിട്ട് അങ്ങ് വന്നതാണ്. ഇഷ്ടമല്ലാന്ന് തോന്നുന്ന ഒരു അന്തരീക്ഷമാണ്, ഇഷ്ടമല്ലാന്ന് തന്നെ പ്രകടിപ്പിച്ചു. കഴിവതും ആരെയും നോവിക്കാതിരിക്കാൻ ശ്രമിക്കും. പക്ഷേ അന്തരീക്ഷം കലുഷിതാണെങ്കിൽ നമ്മുടെ എതിർപ്പ് പറയുമ്പോൾ ആർക്കെങ്കിലും വേദനിക്കുന്നെങ്കിൽ അല്ലാതെ അറിഞ്ഞുകൊണ്ട് ആരെയും വേദനിപ്പിക്കത്തില്ല. റീസെന്റ് ചെറിയാൻ ഫിലിപ്പിന്റെ കാര്യത്തിൽ പോലും വളരെ റെസ്പെക്റ്റോട് കൂടി മാറിപ്പോവാണ്. നോ എന്ന് പറഞ്ഞാൽ നോ ആണ്. നമുക്ക് അവരെ ഹാർട്ട് ചെയ്യാൻ എനിക്കറിയാം. അദ്ദേഹം അങ്ങനെ പേർപ്പസ്ഫുള്ളി എന്നെ മറ്റൊരു തരത്തിൽ കണ്ടുവന്ന് വിശ്വസിക്കുന്നില്ല. എന്നാലും എനിക്കത് ഉചിതമാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഈ 2 ആശയം എക്സ്പ്രസ് ചെയ്യണം. അങ്ങനെയാണതങ്ങനെ. അതെല്ലാം സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. ഒന്ന് ചിന്തിച്ച് പ്ലാൻ ചെയ്ത് ജീവിതത്തിൽ ഇന്ന അനുഭവം വരികയാണെങ്കിൽ ഇങ്ങനെ പെരുമാറണം, അങ്ങനൊന്നും ചിന്തിച്ചല്ല. അപ്പോഴെപ്പോഴും ഉണ്ടാകുന്ന ഈ നമ്മുടെ ഉപബോധ മനസ്സിൽ ഓരോന്നിനെക്കുറിച്ച് ഓരോ തീരുമാനങ്ങളുണ്ട്, അല്ലെ ഓരോ ചിന്തകളുണ്ട്, അത് പ്രതിഫലിക്കുന്നത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വരുന്ന ധാരാളം പെൺകുട്ടികളുണ്ട്. അന്നായാലും ഇന്നായാലും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനോട് ആഭിമുഖ്യം പുലർത്തുകയും അതിൽ നിൽക്കുകയും ചെയ്യുന്ന കുട്ടികളുണ്ട്. പക്ഷേ ഒരു സമയം കഴിയുമ്പോൾ നമ്മളൊക്കെ അതിനകത്തുനിന്ന് മാറും. പിന്നെ ജോലിയുടെ കൂടെയും ചിലപ്പോൾ ഒരു യുവത്വത്തിൻ്റെ ഒരു സമയത്ത് ചിലപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കുമായിരിക്കാം. പക്ഷേ ഇത്ര കണ്ടിന്യൂസ് ആയിട്ട് എത്ര കാലം ഒരു മനുഷ്യന് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് അത്രയും അതിനോടുള്ളൊരു പാഷനുള്ള ആളുകൾക്ക് മാത്രമേ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് പറയത്തക്ക രീതിയിലുള്ള അംഗീകാരങ്ങളോ നമുക്ക് പരിഗണനകളോ വരാത്ത സാഹചര്യത്തിൽ ഞാനിപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ആ കാലഘട്ടത്തിലൂടെ തന്നെയാണ് മാഡം കടന്നു പോയിട്ടുള്ളത്. അപ്പോഴൊക്കെ മുന്നോട്ട് പോകാനുള്ള ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ഈ പറയുന്ന ഒരു ഡിലമ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥ ഒരുപാട് ഘട്ടങ്ങളുണ്ട്. അത് ഏറ്റവും പ്രധാനമാണ് എനിക്കൊരു മോനുണ്ടായതിന് ശേഷം ഒരു ഭാഗത്ത് എൻ്റെ പ്രൊഫഷൻ KSU സംസ്ഥാന കമ്മിറ്റിയിലുള്ള സമയത്താണ് ഞാൻ വക്കീലാവുന്നത്. അപ്പം പ്രാക്ടീസ് തുടങ്ങി. അത്യാവശ്യം നല്ല കേസും പ്രാക്ടീസും നല്ലൊരു ഓഫീസുമായിരുന്നു. എന്താ പറയുക, നമ്മളെ എക്സ്പോസ് ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ നമുക്ക് നന്നായി പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സാഹചര്യങ്ങളുള്ളൊരു വക്കീൽ ഓഫീസും കൂടിയായിരുന്നു. ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവ് വിശ്വനാഥൻ സാറിനെ ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്.
അപ്പം പ്രാക്ടീസ് നന്നായി. അപ്പോൾ രാഷ്ട്രീയമുണ്ട്, പാർട്ടിയുടെ വലിയ സമ്മേളനങ്ങൾ കാരണം ദൂരെ നടക്കുമ്പോൾ പോയാൽ മതി. ബാക്കി സമയം കൊല്ലത്താണ് പാർട്ടിയുടെ എല്ലാ പരിപാടിയും. അപ്പോൾ കേസ് എടുത്ത് വെച്ചിട്ട് പാർട്ടി പരിപാടിക്ക് പോയിട്ട് തിരിച്ചു വന്ന് വാദം പറയാൻ പറ്റും, അല്ലെങ്കിൽ രാവിലെ കേസ് വാദം പറഞ്ഞിട്ട് ഓടിപ്പോകാൻ പറ്റും. അങ്ങനെ ഓഫീസിലൊക്കെ വേറെ ജൂനിയേഴ്സും ഒക്കെ ഉണ്ടായതുകൊണ്ട് എല്ലാം നന്നായി ചെയ്യാൻ പറ്റും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാനം ഇറങ്ങിയപ്പോഴും അത് പറ്റി. ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ മാറി നിൽക്കേണ്ടി വരും. ആ ഒരാഴ്ച നമ്മൾ കേസ് ഒന്ന് പോസ്റ്റ്പോൺ ചെയ്തിട്ട് അത് അത്യാവശ്യം നന്നായി കേസ് ചെയ്യുന്നതുകൊണ്ട് ജുഡീഷ്യൽ ഓഫീസേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ആ ഒരു പരിഗണനയും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇച്ചിരി സ്ട്രെയിൻ കൂടുതലാണ്. കാരണം പാർട്ടി പരിപാടികൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നോക്കണം, വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കണം, ഒപ്പം കേസ് പഠിക്കാൻ വേണ്ടി പാതിരാത്രി ഒരു ഉറക്കമൊഴിഞ്ഞിരുന്ന് അത് നമ്മൾ ഇരട്ടി എന്ത് ചെയ്യും, എത്ര സ്ട്രെയിൻ എടുക്കാനും ഒരു മടിയില്ല. കാര്യങ്ങൾ നന്നായി പോകണം, ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അയ്യോ എനിക്ക് ഉറക്കം പോയല്ലോ, അല്ലെങ്കിൽ എനിക്ക് വിശന്നല്ലോ, അതൊന്നും ഒരു നമ്മുടെ അജണ്ടയിലുള്ള കാര്യങ്ങളല്ല. കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്ത് കൂട്ടത്തിൽ ഇതെല്ലാം കൂടി നടത്തിക്കൊണ്ടുപോകും. പക്ഷേ മഹിളാ കോൺഗ്രസ് സ്റ്റേറ്റസിൻ്റെ ആയപ്പോൾ പിന്നെ എല്ലാം കൂടി കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഈ കുഞ്ഞായ സമയമുണ്ട്, അന്ന് ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹിയായി. കുഞ്ഞായി കഴിഞ്ഞപ്പം കുഞ്ഞിനെ ഇട്ടിട്ട് അങ്ങനെ പോകാൻ മനസ്സനുവദിക്കുന്നില്ല, എന്നാൽ ഇതൊന്നും മാറ്റിവെക്കാനും പറ്റുന്നില്ല. ആ സമയത്തൊക്കെ എൻ്റെ വീട്ടുകാർ പറയും, പ്രൊഫഷൻ വേണോ, പ്രൊഫഷൻ നല്ല ഫ്ലറിഷ്ഡ് ആയ പ്രൊഫഷണൽ ഓപ്പർച്യൂണിറ്റി അവിടെ നിൽക്കുന്നു, മറുഭാഗത്ത് പൊളിറ്റിക്സ് നിൽക്കുന്നു, അതിൻ്റെ ഒപ്പം കുഞ്ഞിരിക്കുന്നു. കാരണം വീട്ടിൽ കുറച്ച് അടുത്ത റിലേറ്റീവ്സൊക്കെ പറഞ്ഞു, ഈ കിടന്ന് കഷ്ടപ്പെട്ട് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യും, ഒന്ന് പൊളിറ്റിക്സ് നിൽക്കും, അല്ലെങ്കിൽ ഒന്നിനു വേണ്ടി മറ്റൊന്നും കളയാൻ പറ്റുന്നില്ല. കാരണം എനിക്ക് പാഷനാണ് എൻ്റെ പ്രൊഫഷൻ, ആഗ്രഹിച്ച് നേടിയ ബിരുദങ്ങളാണ് LLB LLM ഒക്കെ. അപ്പോൾ അതും കളയാൻ പറ്റത്തില്ല, ഇതും കളയാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ നിന്ന സന്ദർഭങ്ങളുണ്ടായി. അവസാനം എങ്ങനെയൊക്കെയോ രണ്ടും കൂടി ഒരേപോലെ കൊണ്ടുപോയി സംസ്ഥാന പ്രസിഡന്റ് ആയപ്പോൾ പിന്നെ പ്രാക്ടീസ് പൂർണ്ണമായി നിർത്തേണ്ടി വന്നു. വിഷമം തോന്നിയിട്ടുണ്ടോ? അപ്പം ഇടയ്ക്കൊക്കെ വിഷമം വരും. എൻ്റെ പ്രൊഫഷൻ എനിക്ക് അത്രമേൽ ഇഷ്ടമാണ്. എൻ്റെ പ്രൊഫഷൻ ഇടയ്ക്കിടയ്ക്ക് വക്കീലന്മാരെ സഹപ്രവർത്തകരെ കാണുമ്പോൾ ഞാൻ പറയും, എന്തെങ്കിലും പൊളിറ്റിക്സിൽ നിന്ന് റിട്ടയർമെൻറ്റ് വരുമ്പോൾ ഞാൻ കോടതി വരുമെന്ന്. ഇപ്പോഴും എനിക്ക് അത്യാവശ്യം കേസിൻ്റെ കാര്യം പോയി ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും കേസിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും. ജനിച്ച വീട് തൊട്ടിട്ട് പഠിച്ചതും വളർന്നതും പിന്നെ പ്രവർത്തിക്കുന്നതൊക്കെ എപ്പോഴും സാധാരണക്കാരുടെ ഇടയിൽ നിന്നിട്ടാണ്. ഒരുപക്ഷെ സാധാരണക്കാരുടെ ഇടയിൽ അത്രയും അടുപ്പമുള്ളത് കൊണ്ടാണ് ആൾക്കാർക്ക് അല്ലെങ്കിൽ ആളുകളുടെ പ്രശ്നങ്ങൾ കുറച്ചുകൂടി മാഡത്തിന് മനസ്സിലാവുന്നത് തോന്നിയിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ ഏതൊരു വ്യക്തിക്കും എല്ലാം പഠിക്കാൻ കഴിയില്ല, പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തകർ. പക്ഷേ ഓരോ രാഷ്ട്രീയ പ്രവർത്തകരെയും മോൾഡ് ചെയ്യുന്നതിൽ ജനങ്ങളുടെ ഒരു വലിയ പങ്കുണ്ട്. ജീവിതത്തിൻ്റെ വ്യത്യസ്ത ശ്രേണിയിലുള്ളവർ, ആ ശ്രേണിയിലുള്ളവരുമായിട്ട് ഇടപഴകുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ, അവരുടെ സന്തോഷങ്ങൾ അതൊക്കെ നമുക്ക് മനസ്സിലാവും. അത് നമ്മളറിയാതെ നമ്മളിൽ ഇങ്ങനെ സന്നിവേശിക്കപ്പെടുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചർച്ച വരുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരും. ഒരുപാട് ആളുകളെ നമ്മൾ കാണുന്നു, ഒരുപാട് ആളുകളുമായിട്ട് ഇടപഴകുന്നു. ഇത് അപ്പോൾ കേൾക്കുന്നത് ഒരു പക്ഷേ പിന്നീട് അടുത്ത ആളുകളുടെ അടുത്ത് പോകുമ്പോൾ അത് നമ്മൾ ഓർക്കുന്നതേ ഉണ്ടാകില്ല. പക്ഷെ ആ ആളുകൾ പറഞ്ഞൊരു സംബന്ധിയ ഒരു ചർച്ച വരുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരും, ഇത് ഇന്ന കാര്യം. അനുഭവങ്ങൾ ശരിക്കും ഞാൻ എപ്പോഴും പറയും, എക്സ്പീരിയൻസ് ഈസ് എ ബെസ്റ്റ് ടീച്ചർ നമ്മൾ കേട്ടിട്ടുള്ളത് പോലെ അനുഭവം ഒരു വലിയ യൂണിവേഴ്സിറ്റിയാണ്, അതൊരു വലിയ പാഠശാലയാണ്. അതിലൂടെയാണ് ഓരോ രാഷ്ട്രീയ പ്രവർത്തകരും അടയാളപ്പെടുത്തപ്പെടുന്നതും അവരുടെ പ്രവർത്തനങ്ങളിലൂടെ ആളുകളെ സഹായിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുന്നത്. അമ്മയ്ക്ക് സംഭവിച്ച ചികിത്സാ പിഴവാണ് അമ്മയുടെ ജീവൻ നഷ്ടമായതിൻ്റെ കാരണം. എനിക്ക് 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അമ്മ വയ്യാതാകുന്നത്. സാധാരണ ഹിസ്റ്ററിക്കമി എല്ലാവരും ചെയ്യുന്ന ഓരോ സർജറിയാണ്. പക്ഷെ അതിലൊരു കൈപ്പിഴവ് വന്നതുകൊണ്ട് ഉടലിനെ ഇൻഡസ്ട്രീനെ ബാധിച്ച് അതിങ്ങനെ ചിതറിപ്പോയി. പിന്നീട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ 3 ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ അച്ഛനെ വിളിച്ച് പറഞ്ഞത്, കുട്ടികൾക്ക് അമ്മ എന്ന് കാണിച്ചു കൊടുക്കാൻ ഒരാളുണ്ട്, പക്ഷേ ഒരു പ്ലാവില താഴെ കിടന്നാൽ അതിന് വെയിറ്റ് ഇല്ലല്ലോ, അതെടുത്ത് കുഞ്ഞെടുക്കാൻ പോലും പാടില്ല, ആളിങ്ങനെ ഇരുന്ന് അങ്ങ് പോകാം. ആ പറഞ്ഞെടുത്ത് നിന്ന് പിന്നെ ദൈവം അത്ഭുതം പ്രവർത്തിപ്പിച്ച് ഞാനൊരു 7ാം ക്ലാസ് ആയപ്പോൾ തൊട്ട് അമ്മ ചെറുതായിട്ട് കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. പിന്നെ മരിക്കുന്ന ഒരു അമ്മ എല്ലാ കാര്യങ്ങളും ചെയ്തു. പിന്നെ മരണം വളരെ വൈകിയ മീൻസ് ഏർലിയസ്റ്റ് ആണെങ്കിൽ പോലും കുട്ടിക്കാലത്തല്ല, എൻ്റെ വിവാഹം കഴിഞ്ഞ് 8 മാസം കഴിഞ്ഞപ്പോഴാണ് അമ്മ മരണപ്പെട്ടത്. വക്കീലായതിനു ശേഷം മാഡമാണ് ആ കേസ് വാദിക്കുന്നത്. എൻ്റെ സ്കൂൾ കുട്ടിയായിരിക്കുമ്പോൾ അച്ഛൻ കേസ് കൊടുത്തത് അമ്മയുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി, ESI ആനുകൂല്യങ്ങൾക്ക് വേണ്ടി. വർഷം ESI കോടതികളിലൊക്കെ ഈ കേസ് കിടന്ന് കുറേ കാലം കഴിഞ്ഞ് അവിടുന്ന് വിധിയുണ്ടായി. ആ വിധി ESI കോർപ്പറേഷൻ ഹൈക്കോടതിയിൽ പോയി ചോദ്യം ചെയ്തു. അപ്പോൾ ഞാൻ അറിയാമല്ലോ, സാധാരണക്കാരായ വെറും തൊഴിലാളികളായ ഞങ്ങളുടെ കുടുംബത്തിന് ഹൈക്കോടതി കേസ് നടത്തുന്ന ഒരു സാഹചര്യമൊന്നും, ഞങ്ങളൊക്കെ പഠിക്കുകയാണ്, ഒരു സാഹചര്യമില്ല. പക്ഷേ ഇല്ലായ്മയ്ക്കിടയിലും അച്ഛൻ അതൊന്നും കളയാതെ കഷ്ടപ്പെട്ട് കേസ് നടത്തി. അത് പാർട്ടി വക്കീലന്മാരെ സഹായിക്കുക കൂടെ ചെയ്തുകൊണ്ട് അവർ സാധാരണ വാങ്ങിക്കുന്ന ഫീസൊക്കെ വാങ്ങിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾക്ക് ആ കേസ് നടത്താൻ കഴിയില്ലായിരുന്നു. അവർ ഫീസ് ഇനത്തിൽ ഇളവുകളും ഒക്കെ തന്ന് ധർമ്മരാജാനെ പോലെയുള്ള എല്ലാവരെയും ഞാൻ ഈ സമയത്ത് ഓർക്കുക, സുരേഷ് വക്കീൽ, അവരൊക്കെ കേസ് നടത്തി അവസാനം ആ കേസ് നമ്മൾ ജയിച്ചു.
ജയിച്ചു കഴിഞ്ഞ് ഹൈക്കോടതിയിൽ ജയിച്ചു കഴിഞ്ഞപ്പോൾ ദേ കൊടുക്കും. അപ്പോഴേക്കും LLBക്ക് പഠിക്കുകയാണ്. അപ്പോൾ സുപ്രീം കോടതിയിലൊക്കെ കേസ് സ്പെഷ്യൽ ലീവായിട്ട് അവർ ചെന്നു. പക്ഷേ എന്തുകൊണ്ടോ ആ സുപ്രീം കോടതിക്ക് ഒരു ദയവുണ്ടായ ഒരു ഫാക്ടറി തൊഴിലാളിയെ ഇത്രയും സുപ്രീം കോടതി വരെ അപ്പീൽ പറയത്തക്ക കാര്യമില്ലെന്ന് തോന്നിയോണ്ടായിരിക്കാം എന്തായാലും അത് റിജക്റ്റ് ചെയ്ത് പിന്നെ അതിൻ്റെ പ്രൊസീഡിങ്സ് കഴിഞ്ഞ് അതിങ്ങോട്ട് അയക്കുമല്ലോ കീഴ്ക്കോടതിയിലേക്ക് വന്നപ്പോഴേക്കും ഞാൻ വക്കീലായി. പിന്നെ ഞാനാണ് എൻ്റെ അമ്മയുടെ കേസ് പറഞ്ഞ് ആനുകൂല്യം വാങ്ങിയത്. അത് ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം. എൻ്റെ അമ്മയും അച്ഛനും എന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ഇല്ലായ്മകൾക്കിടയിലും പഠിപ്പിച്ച് വക്കീലാക്കിയപ്പോൾ അമ്മയുടെ കേസ് ഞാൻ തന്നെ പോയി പറയാൻ അവസരം ഉണ്ടായത് ഏറ്റവും വലിയ അവസരമായിട്ട് കരുതുന്നു. അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹമാണ്, അത്ര കഷ്ടപ്പെട്ട് പഠിച്ചതാണ്. പൊളിറ്റിക്സ് വേണോ അപ്പോൾ ഈ ജോലി വേണോ എന്നുള്ളതിനും പൊളിറ്റിക്സ് അപ്പോൾ സെലക്ട് ചെയ്യാൻ അപ്പോൾ അതിനേക്കാൾ പാഷനായിരുന്നോ പൊളിറ്റിക്സ്? രണ്ടും ഒരുപോലെ പാഷനാണ്. പക്ഷേ രണ്ടും കൂടെ പറ്റില്ല എന്ന് ബോധ്യപ്പെട്ടപ്പം അതിനേക്കാൾ പൊളിറ്റിക്സ് തന്നെയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഞാനും അപ്പോഴാണ് തിരിച്ചറിഞ്ഞത് എന്നിൽ അതാണ് കൂടുതലുള്ളത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും രാഷ്ട്രീയക്കാരല്ലേ, ഹസ്ബൻഡ് രാഷ്ട്രീയക്കാരനാണ്. രണ്ടുപേരുടെ ഇങ്ങനെ രാഷ്ട്രീയം നടന്നാൽ ലൈഫ് പോകുമല്ലോ. ഒരുപാട് ഉപദേശിച്ചു, ബന്ധുക്കൾ സുഹൃത്തുക്കളിൽ പലരും ഉപദേശിച്ചു. രണ്ടുപേരുടെ ഇങ്ങനെ ഫുൾ ടൈം രാഷ്ട്രീയമായിട്ട് നടക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ നേരിടും. പക്ഷേ എന്തുകൊണ്ടോ കളയാൻ പറ്റുന്നില്ല. നിയമത്തിലുള്ള ആ ജാഗ്രത രാഷ്ട്രീയത്തിൽ സഹായമായിട്ടുണ്ടോ? കുറേയൊക്കെ വളരെ സഹായമായിട്ടുണ്ട്. ചിലയിടത്തൊക്കെ ഇപ്പോൾ ഈ കഴിഞ്ഞ ഇപ്പോൾ 2 മാസമേ ഉള്ളൂ, കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസുകാരൻ എൻ്റെ മോനെ വിളിച്ചു, നീ പോലീസ് സ്റ്റേഷനിൽ നാളെ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ മോൻ ചോദിച്ചു എന്ത് പറ്റി? അപ്പോൾ പറഞ്ഞു ഏതൊരു കേസ് നമ്പർ പറഞ്ഞിട്ട് നീ അതിലുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് സാക്ഷിയാണ്, അത് മര്യാദയ്ക്ക് എത്തണം. അത് ഈ പറച്ചിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരാളെ ആദ്യം വിളിക്കുമ്പോൾ ജസ്റ്റ് ഇന്നയാളല്ലേ ഇന്നെ പോലീസ് സ്റ്റേഷനിൽ വിട്ട് വരണമെന്ന് പറഞ്ഞാൽ ഓക്കെ, അങ്ങനല്ല റഫായിട്ട് രണ്ട് കുറ്റവാളികളെന്ന്. അപ്പോൾ ഞാൻ അടുത്തിരുന്ന് ഞാൻ ഫോൺ വാങ്ങിച്ചു, ഏതാണ് കേസ്. അപ്പോൾ സംഭവം ഒരു കുഞ്ഞിനെ ഒരു കേസിൽ അവൻ്റെ ക്ലാസ്മേറ്റ് ഒരു കുട്ടിയെ പിടിച്ചായിരുന്നു, ചെറിയൊരു കേസാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഫോൺ വാങ്ങിച്ചപ്പോഴും ഈ പോലീസുകാരൻ ഭയങ്കര റഫാണ്. നിങ്ങളാരാ? ഞാൻ അപ്പോൾ ഇന്നാരാണെന്നൊന്നും പറയാൻ പോയില്ല. ഞാൻ പറഞ്ഞു മോൻ്റെ അമ്മയാണ്, എന്താ കേസ്, അവൻ്റെ പേരിൽ എന്തെങ്കിലും കേസുണ്ടോ? അതില്ല. എന്നാലും അവൻ സാക്ഷിയാണ്, മര്യാദയ്ക്ക് വന്നില്ലെങ്കിൽ മജിസ്ട്രേറ്റ് റിപ്പോർട്ട് ചെയ്യും. ഞാൻ ചെയ്ത് മജിസ്ട്രേറ്റിനെ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഞാൻ വളരെ എന്താ പറയുക ജെൻറ്റിലായിട്ടാണ് സംസാരിക്കുന്നത്. എന്നിട്ടും അയാൾ അപ്പോൾ എന്നെ കൂടെ കേസിപ്പെടുത്തുന്നുള്ള മറ്റുള്ള ഡയലോഗ് പറയുന്നു. ഞാൻ ആലോചിക്കുക എത്രത്തോളം മോശമായിട്ടാണൊരു സംവിധാനം നമ്മുടെ ജനങ്ങളോട് പെരുമാറുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് എങ്കിൽ താങ്കൾ പെട്ടെന്ന് മജിസ്ട്രേറ്റിന് റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഭയമില്ലാതെ വരുന്നത് മജിസ്ട്രേറ്റിൻ്റെ അധികാരപരിധി എന്താണെന്നും പോലീസിൻ്റെ അധികാരപരിധി എന്താണെന്നും എന്താണ് നിയമമെന്നും എന്താണ് പുതിയ ചട്ടങ്ങളും പഴയ ചട്ടങ്ങളും എന്ന് കൃത്യമായിട്ട് അറിയാൻ തോന്നിയിരിക്കുമ്പോൾ നമുക്ക് ഭയം ലെവലേശമില്ല. നിയമം തീർച്ചയായും മുന്നോട്ട് പോകാൻ നിയമത്തിലുള്ള പരിമിതമായ അറിവാണ്. കാരണം നിയമം ഒരു കടൽ പോലെ കിടക്കുക. ഇന്ന് നാം കാണുന്ന റൂൾസ് ആയിരിക്കത്തില്ല നാളെ വരുന്നത്. അങ്ങനെ ആയിരിക്കത്തില്ല കോടതിയുടെ വേർഡിക്റ്റ് വരുന്നത്. ലോ ഓഫ് ദ ലാൻഡ് സുപ്രീം കോടതിയുടെ വേർഡിക്റ്റ് അതാണ്. അപ്പം മാറ്റങ്ങൾ എപ്പോഴും ഉണ്ട്. അപ്പോൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരുന്നേ പറ്റൂ. അങ്ങനെ ഒരു പഠനമൊന്നും ഇപ്പോൾ എനിക്കില്ല, അതൊന്നും പഠിക്കാനില്ല. എങ്കിലും ഒരു ബേസിക് നോളജ് എന്ന് പറയുന്നത് തീർച്ചയായും പൊതുരംഗത്ത് ഇടപഴകുമ്പോൾ ഒരുപാട് സഹായകമാകാറുണ്ട്. പബ്ലിക്കിന് പൊതുവെ അങ്ങനെ ഒരു നിയമത്തിലൊരു ബേസിക് നോളജ് ഉണ്ടായിരിക്കണം എന്ന് തോന്നിയിട്ടുണ്ട്. തീർച്ചയായും അതാണ് വളരെ ആവശ്യം. നിയമത്തിലുള്ള അവബോധം അവനവൻ്റെ അവകാശങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടാനും ഏറ്റവും കൂടുതൽ ആവശ്യമാണ്. ഇഗ്നറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്നാണ് നിയമം വിവക്ഷിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അറിയാതെ പോയി എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നമുക്കൊരു എക്സ്ക്യൂസ് ആയി വരത്തില്ല. അതുകൊണ്ട് എല്ലാവർക്കും ബേസിക് നോളജ് ലോയിൽ ഉണ്ടാകേണ്ടത് നാടിൻ്റെ പൊതു നന്മയ്ക്ക് ആവശ്യമാണ്. പൊതുവേ നമുക്ക് മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനിതാ മന്ത്രിമാർക്കായിട്ട് ഒഴിഞ്ഞു വെക്കുന്ന കുറേ വകുപ്പുകളുണ്ട്. ഇത്തവണ പക്ഷേ മാം അത് ബ്രേക്ക് ചെയ്തിട്ട് ആദ്യമായിട്ട് കേരളത്തിനൊരു വനിതാ തൊഴിൽ മന്ത്രി, അങ്ങനെ പറയേണ്ടതില്ല, കാരണം മന്ത്രിമാരാരായാലും ആ വകുപ്പ് കൈകാര്യം ചെയ്യാന്നുള്ളതാണ്. എന്നാൽ പോലും അതിലേക്ക് എത്തുന്ന ആദ്യ വനിത എന്നുള്ള നിലയിൽ എങ്ങനെയാണ് തോന്നുന്നത് അതിനെ? സത്യത്തിൽ മന്ത്രി ആകുന്നു എന്നറിഞ്ഞു ആയി, സന്തോഷം. വകുപ്പ് ഏതെന്ന് പലരും ചോദിക്കുമ്പോൾ എന്താണെന്നറിയില്ല. അത് മുഖ്യമന്ത്രിയാണല്ലോ തീരുമാനിക്കുന്നത്. എങ്കിലും എൻ്റെ പാർട്ടി നേതൃത്വത്തിനോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. നമ്മളൊന്ന് ചോദിക്കാതെ പോലും അത്തരമൊരവസരം ഇന്ന് മോളുടെ മുന്നിലൊരു ഇൻ്റർവ്യൂവിന് ഇരിക്കാൻ എന്നെ പ്രാപ്തിയാക്കിയത് എൻ്റെ പാർട്ടിയാണല്ലോ ഇതുവരെ എല്ലാം എത്തിച്ചത്. ബാക്കി എല്ലാവരും കൊല്ലം നിയോജകമണ്ഡലക്കാർ സഹായിച്ചു, ബന്ധുക്കളും സുഹൃത്തുക്കളും ഈ കണ്ട വഴികളിൽ പതിറ്റാണ്ടുകളായിട്ട് ഒപ്പം നിന്ന് പ്രതിസന്ധികൾ തളരാതിരിക്കാൻ ചേർത്ത് നിർത്തി പ്രോത്സാഹനം തന്നു. എങ്കിലും കോൺഗ്രസ് പാർട്ടിയാണല്ലോ ഇത്രയും, ഒരുപാട് നന്ദിയുണ്ട്. തൊഴിൽ മന്ത്രിയാണ്, ഒപ്പം വനിതാ ശിശുക്ഷേമവും കൈകാര്യം ചെയ്യുന്നുണ്ട്, മൃഗസംരക്ഷണമുണ്ട്, ഡയറിയുണ്ട്. അതെ. അപ്പോൾ രണ്ടും കൂടെ കണക്ട് ചെയ്ത് ചോദിക്കുകയാണ്, തൊഴിലിടത്തിലെ സ്ത്രീകളുടെ ചൂഷണത്തിന് ധാരാളം ഏറ്റവും താഴെ തട്ടിലുള്ള ജോലി മുതൽ മേലെ തട്ടിലുള്ള ജോലി വരെ ധാരാളം വർക്ക് സ്പേസിൽ ധാരാളം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. എങ്ങനെയാണ് അതിനെന്തെങ്കിലും ഒരു പ്ലാനോ എന്തെങ്കിലും തയ്യാറാക്കിയിട്ടുണ്ടോ?
തയ്യാറാക്കിയിട്ടില്ലെങ്കിലും ഒരുപാട് വിഷൻ മനസ്സിലുമുണ്ട്, ചിന്തകളിലുമുണ്ട്. ശരിയാ, രാജ്യത്ത് പല തൊഴിൽ നിയമങ്ങളുണ്ട്. ഇപ്പം പിന്നെ ആ തൊഴിൽ നിയമങ്ങളൊക്കെ ഭീഷണിയില്ല. ലേബർ കോഡ് വന്നതോടുകൂടി തൊഴിലാളികളുടെ അവകാശങ്ങൾ പലതും നിഷേധിക്കപ്പെടുന്ന സാമൂഹിക സാഹചര്യമാണുള്ളത്. അതിനുപരി ഇതൊക്കെ ഉള്ള സമയത്ത് പോലും പ്രത്യേകിച്ച് സ്ത്രീകൾ കൂടുതലായി ജോലി ചെയ്യുന്ന മേഖലകളിൽ എല്ലാ നിയമങ്ങളും അട്ടിമറിക്കപ്പെടുക, അവരുടെ ഏറ്റവും മിനിമം മനുഷ്യാവകാശങ്ങൾ പോലും ധ്വംസിക്കപ്പെടുന്നുണ്ട്. അതിലൊരു കരുതലായി നിയമം ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കണമെന്ന് ഭരണാധികാരി എന്ന നിലയിൽ തീർച്ചയായും ആഗ്രഹമുണ്ട്. സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ഒരു 3 മേഖലകൾ, ഒന്ന് സെയിൽസാണ്, സെയിൽസ് സെക്ഷനാണ്, സെയിൽസ് ഗേളായിട്ട്. രണ്ടാമത്തത് അധ്യാപകരാണ്, പ്രൈവറ്റ് സ്കൂളുകളിലോ കോളേജുകളിലോ പഠിപ്പിക്കുന്ന അധ്യാപകർ, അതിൽ കൂടുതലും വനിതകളാണ്. ഒപ്പം നഴ്സുമാരുടെ സമരങ്ങൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ 3 കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഈ തൊഴിലിടത്തിലെ ചൂഷണങ്ങളെ കുറിച്ച് അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? കാര്യമായി അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല. പലരും കണ്ണടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായും അത്തരം മേഖലകളിലൊക്കെ ഇടപെടണമെന്ന് ആഗ്രഹമുണ്ട്. സാധ്യമായ നിയമ സാഹചര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തീർച്ചയായും ഇടപെടും. ഈ മേഖലകളിൽ ഏറ്റവും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി കൂടുതലും പണം കുറവുമാണ്, ശമ്പളക്കുറവാണ്. എല്ലാവരും ജോലി എടുക്കുന്നത് ശമ്പളത്തിനാണ്. അപ്പോൾ അത് അവർക്കുള്ള മിനിമം വേതനം ഉറപ്പാക്കാൻ എന്താണ് ചെയ്യാൻ പറ്റും? തുല്യ ജോലിക്ക് തുല്യ വേതനം, ഇതെന്നാ നമ്മൾ കേട്ടു തുടങ്ങി? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ന്യൂയോർക്കിലെ തെരുവീതികൾ തുന്നൽ തൊഴിലാളികൾ സമരത്തിനിറങ്ങിയത് മറ്റൊന്നിനല്ല, മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങൾക്കും തൊഴിൽ സുരക്ഷിതത്വത്തിനും തുല്യ വേതനം. പക്ഷെ നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറം ഒരു പരിഷ്കൃത സമൂഹമെന്ന് പറയുന്ന നമ്മൾ ഇപ്പോഴും അത് തന്നെ നിലനിർത്തുക എന്ന് പറയുന്നത് സത്യത്തെ അപമാനകരമാണ്. ഇത് വലിയ മാറ്റം ആവശ്യമാണ്. ഒന്നാമത്തേത് വേണ്ടുന്നത് തൊഴിലാളികൾ മനുഷ്യരാണ് എന്ന ചിന്തയാണ്. എല്ലാവരും മനുഷ്യരാണ്. ചിലരൊക്കെ എത്ര തൊഴിൽദാതാക്കൾ എത്ര മനോഹരമായി അത് പറയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളെയും നമ്മളിന്ന് കണ്ടുമുട്ടുന്നുണ്ട്. സ്വന്തം തൊഴിലാളികളെ ഒപ്പം ചേർത്ത് നിർത്തുന്നത്, അവരുടെ മക്കളുടെ വിവാഹത്തിന് നിന്ന് ചെയ്യുന്നത്, അങ്ങനെ പഠിക്കാൻ സഹായിക്കുന്നത്, ശമ്പളത്തിനപ്പുറത്തേക്ക് നൽകുന്ന സഹായങ്ങളൊക്കെ നമ്മൾ കാണുന്നു. പക്ഷേ കുറേ അധികം ഇടങ്ങളിൽ അതല്ല സ്ഥിതി. തൊഴിലാളി എന്താ ഇവരെ നയിക്കുന്ന വികാരമെന്ന് ഭരിക്കുന്ന വികാരമെന്ന് എനിക്ക് അറിയാൻ വയ്യ. ഈ തൊഴിലാളിക്ക് കൊടുക്കാനുള്ളൊരു വേതനത്തിൽ നിന്ന് അത് കൊടുക്കാതെ പിടിച്ചു വെച്ച് ഇവരെന്ത് നേടാനാണ്? അവർക്ക് അർഹമായത് കൊടുത്ത് അവരുടെ മനസ്സുകൂടി നിറഞ്ഞാലല്ലേ തൊഴിൽദാതാക്കൾക്കും നാടിനുമൊക്കെ കുറേ കൂടി നല്ലതുണ്ടാകും. അതുകൊണ്ട് നിയമം നടപ്പിലാക്കാൻ, നിയമമുണ്ട് നമുക്ക്, അത് നടപ്പിലാക്കാൻ തീർച്ചയായും ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. നഴ്സുമാരുടെ സമരം നടക്കുന്നുണ്ടല്ലോ, അപ്പം മന്ത്രി എന്നുള്ള നിലയിൽ മാഡത്തിനെ അവർ സമീപിച്ചിരുന്നു? ഇല്ല, ഇന്നിപ്പോൾ എന്നെ ഒരു ടീം വിളിച്ചിരുന്നു, കണ്ട് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി ഇടപെടും തീർച്ചയായും. പലപ്പോഴും വലിയ ആശുപത്രികളിലുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായി കൊടുക്കാൻ സാഹചര്യമുള്ളവർ പോലും അതിന് തയ്യാറാവുന്നില്ല എന്നുള്ള വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ പറഞ്ഞ പോലെ മിനിമം വേതനം ഒരു നിയമമായി കാണാൻ സാധിക്കും? അല്ല, അത് കാണണം. ഈ ആശുപത്രികളിലൊക്കെ ഇപ്പോൾ ഇവിടെ കൊല്ലത്തൊക്കെ അത്തരം സമരങ്ങൾ നടന്നപ്പോഴൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ആശുപത്രികൾക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. വർദ്ധിച്ചു വരുന്ന ചികിത്സാ ചെലവും ഉപകരണങ്ങളുടെ വിലയുടെ ആധിക്യം, അങ്ങനെ ഊർജ്ജം, അങ്ങനെ പല വ്യത്യസ്ത മേഖലകൾ അവർക്കും ഉണ്ട്. പക്ഷേ ഇത് രണ്ടും കൂടി അഡ്രസ്സ് ചെയ്ത് പോകണം. പലപ്പോഴും കേരളത്തെക്കുറിച്ച് എന്താ പറയുന്നത്, ഒരു തൊഴിൽ സംരംഭം തുടങ്ങി വെച്ച് ആളുകൾ തുടങ്ങി വെച്ച് ഒരു അല്പമാകുമ്പോഴേക്കും അതിനെതിരെ സംരംഭം അത് കൂട്ടിപ്പോകുന്നത്, അങ്ങനൊരു പേരുദോഷവും നമ്മുടെ സമൂഹത്തിനുണ്ട്. അപ്പോൾ ഇത് രണ്ടും നിലനിർത്തണം. തൊഴിൽ നിലനിർത്തണം, തൊഴിൽ സംരംഭം ഏതായാലും ഏത് സ്ഥാപനമായാലും നിലനിൽക്കണം. ഒപ്പം തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. ഈ ദ്വിമുഖ പദ്ധതിയുമായാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. കാലങ്ങൾക്കനുസരിച്ച് തൊഴിലിലും മാറ്റം വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ പുതുതായി ചേർക്കപ്പെട്ട ആളുകളാണ് ഈ IT ജോലിക്കാരും അതുപോലെ ഗിഗ് വർക്കേഴ്സും ഒക്കെ. ധാരാളം പേരാണിന്ന് സ്വിഗ്ഗിയിലോ സൊമാറ്റോയിലും ഡെലിവറി ബോയ്സ് ആയിട്ടും ഒക്കെ നമ്മുടെ ചുറ്റും ജോലി ചെയ്യുന്നത്. ഇവർക്കുള്ള എന്തെങ്കിലും പരിഗണന അല്ലെങ്കിൽ ഇവർക്കുള്ള എന്തെങ്കിലും പദ്ധതി മനസ്സിലുണ്ടോ? തീർച്ചയായും ഉണ്ട്. ആ കുഞ്ഞുങ്ങൾ, നമുക്ക് മഴയോ വെയിലോ ഒന്നുമില്ലാതെ ചീറിപ്പായുന്ന കുഞ്ഞുങ്ങൾ, അഡ്രസ്സ് തപ്പി ഇങ്ങനെ പരക്കം പായുന്നവർ, അവർക്ക് കിട്ടുന്ന തുച്ഛമായ വേദന രാവിലെ തൊട്ട് രാത്രി വരെ ജോലി ചെയ്താൽ ഈ തൊഴിലവകാശങ്ങളെക്കുറിച്ച് യാതൊരു ബോധ്യമില്ലാത്ത രീതിയിലൊക്കെ അത്തരം കാര്യങ്ങൾ ചെയ്തു. ഇതെല്ലാം കൂടെ ഒരു സുപ്രഭാതത്തിൽ ചെയ്തു തീർക്കാൻ പറ്റുമെന്നല്ല, എങ്കിൽ പോലും ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് സാധ്യമായ കാര്യങ്ങൾ, നല്ലൊരു തൊഴിൽ സംസ്കാരം കേരളത്തിനുണ്ടാകണം. അവിടെ തൊഴിൽ ദാതാക്കളും തൊഴിലാളികളും ഈ നാടിൻ്റെ അവിഭാജ്യ ഘടകമാണ് എന്ന ബോധ്യത്തോടുകൂടി നിയമം നടപ്പാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഒരു വനിത എന്നുള്ള നിലയിലും ഒരു പ്രൊഫഷൻ കൈകാര്യം ചെയ്ത ആളെന്നുള്ള നിലയിലും ഒപ്പം ഇപ്പോൾ മന്ത്രി എന്നുള്ള നിലയിലും ഉത്തരം പറയാവുന്നൊരു ചോദ്യമാണ്.
നമ്മളൊക്കെ എല്ലാവരും ഈ മോം ഗിൽട്ട് പേറുന്ന ആളുകളാണ്. എവിടേക്ക് പോകുന്ന സമയത്ത് നമുക്ക് വീട്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണം, വൈകി എത്തുമ്പം ആ കുഞ്ഞിനെ ആരെ ഏൽപ്പിക്കണം എന്നുള്ളൊരു ചോദ്യം. പ്രത്യേകിച്ച് ഇപ്പം എല്ലാവരും ന്യൂക്ലിയർ ഫാമിലിയാണ്, അച്ഛനും അമ്മയും ഉണ്ടാവണമെന്നില്ല, ഭാര്യയും ഭർത്താവും വേറെ ജോലിക്ക് നിൽക്കുന്ന ആളുകളായിരിക്കും. ഇങ്ങനെയുള്ള ജോലി ചെയ്യുന്ന അമ്മമാർ അവർ പലപ്പോഴും വലിയ കമ്പനികളിൽ ജോലി ചെയ്യുന്ന ആളുകളൊന്നും ആയിരിക്കില്ല, ചെറിയ ശമ്പളത്തിന് ചെറിയ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. മുമ്പ് ഒരു പദ്ധതി കെ ശൈലജ അത് വിഭാവനം ചെയ്തിരുന്നു, അംഗൻവാടിയോട് ചേർന്നിട്ട് ഡേ കെയർ സംവിധാനം ഒരുക്കും. പക്ഷെ അന്ന് അങ്ങനെ ഒരു പ്രഖ്യാപനം വന്നു എന്നതിനപ്പുറത്ത് പിന്നീട് അതിനെക്കുറിച്ച് വേറെ സംസാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതേക്കുറിച്ച് എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? തീർച്ചയായും ആലോചിച്ചിട്ടുണ്ട്. ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ അമ്മ കശുവണ്ടി ഫാക്ടറി ജോലി ചെയ്യായിരുന്നു. കോട്ടയത്ത് ESI കാഷ്യൂ കോർപ്പറേഷൻ 1-ാം നമ്പർ ഫാക്ടറിയിൽ ജോലി ചെയ്തു. അപ്പോൾ ഞാൻ ജനിച്ച 60 ദിവസമായപ്പോൾ എന്നെ കൊണ്ട് അമ്മ ജോലിക്ക് പോയി തുടങ്ങി. അവിടെ തൊട്ടിപ്പരയെന്നായിരുന്നു അന്ന് പ്രാദേശികമായി പറയുന്നത്. തൊട്ടിലുകളുണ്ട്, കുഞ്ഞുങ്ങളെ തൊട്ടിലെടുത്ത് അവിടെ 1-2 ആയമാർ എല്ലാ കുട്ടികളെയും കൂടെ നോക്കാനുണ്ട്. കുഞ്ഞ് കരയുമ്പോൾ അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്തിന് അമ്മമാർ വരും, അല്ലെങ്കിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ കൂടുതൽ കരഞ്ഞാൽ അവർ പോയി വിളിച്ചുകൊണ്ട് വരും. അങ്ങനെയൊക്കെ. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ പലയിടത്തും ഒന്നും കാണാനില്ല. പല സ്ഥാപനങ്ങളിലും അനുവദനീയമല്ല, കുട്ടികളെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് അനുവദനീയമല്ല. ഒരിക്കൽ കണ്ടത് SBIയുടെ എന്തോ ഒരു പ്രോസ്പെക്ടസ് നോക്കിയപ്പം കുട്ടികൾ ഉണ്ടാകാൻ ആ ടൈപ്പ് എന്തോരം വന്നെന്ന് നമ്മൾ സമരം ചെയ്യപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. അങ്ങനെ വിവാഹിതരാകുന്നാലേ കുഞ്ഞുങ്ങളുള്ള അമ്മമാരെ ജോലിക്ക് പോലും നിർത്താതെ പറഞ്ഞു വിടുന്ന, വിവാഹിതരാവുന്നതിനും റെസ്ട്രിക്ഷൻ പറഞ്ഞു കേൾക്കുന്നു. സമൂഹത്തിൻ്റെ അടിത്തറ മനുഷ്യരാണല്ലോ. മനുഷ്യരുടെ ഏറ്റവും മൗലികമായ അടിസ്ഥാനപരമായ ആവശ്യം മാതൃത്വം, അതൊരു സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. ഒരു കുഞ്ഞ് ജനിച്ച് വളർത്തി അതിനെ വലുതാക്കുന്നതിൽ അച്ഛനമ്മമാർക്കും കുടുംബക്കാർക്കും മാത്രമല്ല, സമൂഹത്തിനും ഗവൺമെൻറ്റിനും എല്ലാ ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് ആ നിലയിലൊക്കെ ആലോചിക്കണമെന്ന് എൻ്റെ മനസ്സിൽ തീർച്ചയായും ഉണ്ട്. പിന്നെ ഇതെല്ലാം ഉണ്ടെങ്കിലും മോം ഗിൽറ്റ് വളരെ വലുതാണ്. എല്ലാവരും ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീട്ടിലും എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലും എല്ലാവരും എപ്പോഴും പൂർണ്ണമായി സഹായമായിട്ട്, എന്തിനു സഹായമായിട്ട് നിൽക്കുന്നവരാണ്. പക്ഷെ എങ്കിൽ പോലും കുഞ്ഞിനെ ഇട്ടിട്ട് പോകുമ്പോൾ അനുഭവിച്ച വേദന. ഇപ്പം എൻ്റെ കുഞ്ഞിന് 21 വയസ്സായി. എനിക്കിപ്പോഴും അവനിൽ 1 വയസ്സിലും 2 വയസ്സിലും ഞാൻ അവരെക്കുറിച്ച് എന്ത് ബോധർ ചെയ്തോ അത് തന്നെയാണ് എനിക്കിപ്പോഴും ഉള്ളത്. ചെറിയ ജോലി ചെയ്യുന്നവരും ഉയർന്ന ജോലി ചെയ്യുന്നവരുമായ ഓരോ വനിതകളും നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് കുഞ്ഞുങ്ങളുടെ സംരക്ഷണം. വലിയ സാമ്പത്തികമുള്ള അല്ലെങ്കിൽ വലിയ ശമ്പളമുള്ള ജോലിക്കാർക്കാണ് ഡേ കെയർ സംവിധാനമുണ്ട്, വീട്ടിലാളെ നിർത്തി നോക്കാം, അങ്ങനെ പല ഓപ്ഷൻസ്. പക്ഷേ ഇത് പറ്റാത്ത ഒരു അങ്ങനെയുള്ളവരെ സമൂഹം ഗവൺമെൻറ് സഹായിക്കണമെന്നാണ് എൻ്റെ മനസ്സ്. അതിന് സാധ്യമായതൊക്കെ നോക്കാം. അങ്ങനെ അംഗൻവാടിയോട് കൂടി ചേർന്ന് അങ്ങനെ ചെയ്യാനുള്ള അത്തരം പദ്ധതികളോ അല്ലെങ്കിൽ നൂതനമായ മറ്റെന്തെങ്കിലും പദ്ധതികളോ ഉണ്ടെങ്കിൽ നമുക്കത് ആലോചിക്കാം, സാധ്യതകൾ പരിശോധിക്കും, ഉറപ്പാണ് പരിശോധിക്കും, സ്വാനുഭവത്തിലൂടെ തന്നെ പരിശോധിക്കും. ഈ മോം ഗിൽറ്റിൻ്റെ കാര്യം പറഞ്ഞതുപോലെയാണ്, നമ്മൾ കരിയറിൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫാമിലി ബാലൻസ് നമുക്കത് എത്രത്തോളം ബാലൻസ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ചോദ്യമാണ്. ഒപ്പം ഫാമിലി ബാലൻസ് ചെയ്യുമ്പോൾ നമ്മുടെ കരിയർ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. കാരണം ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ രണ്ടിലും ആവറേജ് ആയി പോകും. ഒരു സ്ത്രീയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ചിലപ്പോൾ അതായിരിക്കും. എങ്ങനെയാണ് ഇത് ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള, അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഈ ബുദ്ധിമുട്ട്? ഒന്നിനു വേണ്ടി മറ്റൊന്നിനെ മാറ്റിവെച്ച് ആവറേജ് ആകുന്നു എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ നമ്മൾ ഇരട്ടി പണിയെടുക്കേണ്ടി വരും. രണ്ടും ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഒരു സർക്കസാണ്. പക്ഷെ അത് ജീവിതത്തിൻ്റെ ഭാഗം നമ്മൾ ചെയ്തു പോകും, ഒരു കുഴപ്പമില്ല. ഇപ്പം ഞാൻ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു പൊളിറ്റീഷ്യനാണ് എന്നതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നൊരു ചായ ഇട്ട് എൻ്റെ ഭർത്താവിന് കൊടുക്കില്ല എന്നൊരു മാനസികാവസ്ഥ എനിക്കില്ല. എൻ്റെ വീട്ടിൽ ഞാനെത്തിയാൽ അവിടുത്തെ എല്ലാ കാര്യവും എൻ്റെ കൈ എന്നില്ലേ എനിക്ക് സമാനം കിട്ടത്തില്ല. പെർഫെക്റ്റ് ആകണമെന്നൊരു ആഗ്രഹമുണ്ട് എല്ലാ കാര്യത്തിലും, പരമാവധി. അതുകൊണ്ട് നമ്മൾ ഇരട്ടി സ്ട്രെയിൻ എടുക്കുമെന്നുള്ളതല്ല, പക്ഷെ അതും നമ്മൾ എൻജോയ് ചെയ്യും. ആ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ നമ്മുടെ ലൈഫിൽ ഉള്ളതാണ്. ഒരുപക്ഷെ ആ ഒരു സ്ട്രെസ് ഏറ്റവും കൂടുതലുള്ളത് കുട്ടിയുടെ ചെറിയ കാലമായിരിക്കുമല്ലോ. തീർച്ചയായും ആ സമയത്താണ് എനിക്ക് തോന്നുന്നു കോൺഗ്രസ് ഏറ്റവും പ്രതിസന്ധി കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നൊരു സമയം. ആ സമയത്ത് ആദ്യമായിട്ട് ഒരു കോൺഗ്രസിൻ്റെ അധ്യക്ഷയായിട്ട് ഒരു വനിത വരുന്നു. ശരിക്കും എന്താണ് അങ്ങനെ ഒരു ചുമതല ഏൽപ്പിച്ചപ്പോൾ തോന്നിയത്? ആദ്യം മോൻ ചെറുതായിരുന്നപ്പോൾ മാളാക്കോ സ്റ്റേറ്റ് പ്രസിഡന്റ് ആവുക, അതുവരെ KSU സംസ്ഥാനം വരെ, മോനാകുമ്പോൾ യൂത്ത് സംസ്ഥാനം വരെ. അപ്പോൾ എല്ലാ ദിവസവും പുറത്ത് പോകണ്ട, ഇടയ്ക്കൊക്കെ മാത്രം വലിയ സമ്മേളനങ്ങൾക്കുള്ളപ്പോൾ പുറത്ത് പോയാൽ മതിയായിരുന്നു. അപ്പോൾ വലിയ പ്രശ്നങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് കൊല്ലം നാടും ഒക്കെ ആയിട്ട് തിരുവനന്തപുരം കൊല്ലമാണ്, ഹസ്ബൻഡ് വീട് തിരുവനന്തപുരം, എൻ്റെ വീട് കൊല്ലം. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ പോയി. ഈ പകല് പോകുന്ന ചെറിയ കുഞ്ഞായിരിക്കും പകലൊക്കെ പോകുന്നുള്ള വിഷമമൊക്കെ ഉള്ളായിരുന്നു. പക്ഷേ മാളാക്കോ സ്റ്റേറ്റ് വരായി ആയപ്പോൾ തന്നെ കുറച്ച് വല്ലപ്പോഴൊക്കെ പോകേണ്ടിരുന്നു, അത് ചുരുങ്ങിയ ദിവസം. പക്ഷേ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയപ്പോൾ 24/7 ആയി. അതെനിക്ക് ഭയങ്കര സ്ട്രെസ് സ്ട്രെയിനുമായിരുന്നു. ഞങ്ങൾ കൂട്ടുകാരൊക്കെ പറയും, ഫോണിൽ കൂടെ പഠിപ്പിക്കുന്ന അമ്മയെ കണ്ടിട്ടുള്ളൂ. സ്ത്രീകൾക്ക് സ്വതസിദ്ധമായ ഒരു കഴിവ്, അത് ജന്മസിദ്ധമായി കിട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു. മാനേജിങ് പവർ, ഇതെല്ലാം ഒരുമിച്ച്
കൊണ്ടുപോകാൻ കഴിയും. അന്ന് ഞാൻ കരുതിയത് DC പ്രസിഡന്റ് ആകുമ്പോൾ കുറച്ചുകൂടി ഫ്രീ ടൈം കിട്ടുമെന്ന്. പ്രാക്ടീസ് പോലും പുനരാരംഭിക്കാൻ ആലോചിച്ചതാണ്. കൊല്ലത്ത് തന്നെ ആണല്ലോ, അപ്പോൾ പ്രാക്ടീസ് കൊണ്ട്. പക്ഷെ പറ്റത്തില്ല, ഇതിനേക്കാൾ 24/7. ഒറ്റ കാര്യമുണ്ട്, എൻ്റെ മോൻ്റെ, ഞാൻ മൊളാങ്കോസ് പ്രസിഡൻ്റായി ഒരു മാസം കഴിഞ്ഞപ്പോൾ മോൻ എന്നോട് പറഞ്ഞതാ, അമ്മച്ചി എവിടെ പോയാലും വെളുപ്പാങ്കാലായാലും വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കണേ. ആ ഒരു സെൻറ്റൻസ് എന്നെ വല്ലാണ്ട് ഹർട്ട് ചെയ്തല്ല, ഓർമ്മിപ്പിക്കലാണോ, എനിക്ക് പലപ്പോഴും അത് പറ്റാത്തതിൻ്റെ വിഷമമാണോ. അതുകൊണ്ട് പരമാവധി രാത്രി ബൈക്കാർ ഓടിയായാലും ഞാൻ എത്താൻ ശ്രമിക്കാറുണ്ടായിരുന്നു. ഞാൻ മാത്രമല്ലല്ലോ അമ്മ എന്ന് വിചാരിച്ച് നമ്മളെല്ലാവരും ഓടുന്നുണ്ട്. അപ്പോൾ ഓരോ തവണയും അങ്ങനെ ഓടുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ നമുക്കൊരു തിരിച്ചടി വരുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒരു തിരിച്ചടി വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലാകുമ്പോൾ കുറച്ചുകൂടെ അത് വിസിബിളാണ്. ഇപ്പം അടുപ്പിച്ച് 3 പരാജയങ്ങൾ എത്തുന്നു. ആ 3 പരാജയം കൂടെ അതിൻ്റെ കൂടെ വരുന്ന സമയത്ത് എന്താണ് ശരിക്കും തോന്നിയിട്ടുള്ളത്? അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ചിന്തിച്ചിട്ടില്ല. എനിക്ക് ഇന്ന് ഞാൻ തോക്കുന്നു. ഇന്നിപ്പോൾ റിസൾട്ട് 2011 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. തെരഞ്ഞെടുപ്പ് റിസൾട്ടിനും ബിന്ദു കൃഷ്ണ പരാജയപ്പെട്ടു. പരാജയപ്പെടുന്ന അടുത്ത നിമിഷം തൊട്ട്, അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഞാൻ ഓർക്കുന്നത്, അന്ന് ഗവൺമെൻറ് രൂപീകരിക്കുക, ഹൊസീന കിദ്വായിജി ആയിരുന്നു ACC ജനറൽ സെക്രട്ടറി. ഞാൻ പിറ്റേന്ന് എയർപോർട്ടിൽ ഹൊസീന ജസീരിക്ക് അവിടെ എത്തുക. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. കാരണം ഈ പരാജയപ്പെട്ട് ഞാനെന്ന വ്യക്തിയുടെ കുഴപ്പം കൊണ്ടല്ലല്ലോ. അതിന് തൊട്ട് മുമ്പ് 20,000-അടുത്ത് വോട്ടിന് തോറ്റ സീറ്റിലാണ് ഞാൻ മത്സരിച്ചത്. അത് പകുതി താഴെ വോട്ടാക്കി മാറ്റി. അതുകൊണ്ട് അതൊരു എൻ്റെ പ്രസ്ഥാനത്തിന് അവിടെ സ്വാധീനം ഉണ്ടായിരുന്നു, ഞാൻ ജയിക്കുമായിരുന്നു. അതാണ് എന്നെ നയിക്കുന്ന വികാരം. വ്യക്തിപരമായിട്ടൊന്നും ഞാൻ അത്തരം കാര്യങ്ങൾ, പാർട്ടി എന്നെ ഒരു ദൗത്യം ഏൽപ്പിച്ചു, ഞാൻ പൊരുതി, നടന്നില്ല, ഓക്കെ ഫൈൻ, അടുത്ത കാര്യം, അടുത്ത ഇന്ത്യ പാർട്ടി എന്താ ഏൽപ്പിക്കുന്നത് വെച്ചാൽ അത് ചെയ്യുക. പക്ഷേ അതിന്റെ കൂടെ നമുക്ക് വരുന്നൊരു സാമ്പത്തിക ബാധ്യതയുണ്ട്, ആ ഒരു ആരോഗ്യ പ്രശ്നമുണ്ട്, ഒരു നമ്മൾ എടുക്കുന്ന സ്ട്രെസ് ഉണ്ട്. അതെങ്ങനെ മാനേജ് ചെയ്യും? ഈ സാമ്പത്തിക പ്രതിസന്ധിയാണ് അത് പലപ്പോഴും തകർന്നു പോയിട്ടുണ്ട്. പലപ്പോഴും 1, 2, 3 തവണയല്ല, പല തവണ. പക്ഷെ അതൊക്കെ കഴിയുമ്പോഴും തിരിച്ചു വരാനുള്ള ഊർജ്ജം എങ്ങനെയാണ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് സങ്കടങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കാര്യത്തിൽ എൻ്റെ ഹസ്ബൻഡിനെയാണ് കിച്ചോട്ടാണ് ഏറ്റവും കൂടുതൽ ഞാൻ നന്ദി പറയുന്നത്. എന്ത് വലിയ പ്രശ്നം, ഞാനിപ്പം വലിയ സംഭവമായിട്ടൊരു പ്രശ്നമായിട്ട്, അയ്യോ ഇന്ന പ്രശ്നമുണ്ട്, ഇനി എങ്ങനെ അത് ഒരു കൂളായിട്ട് അതിനകത്ത് നീ ധൈര്യമായിട്ടിരിക്കും, നമുക്ക് എന്തെങ്കിലും മാർഗം നോക്കാം. ആ ഒറ്റ വാചകം മതി, ശരിയാ, എവിടുന്ന് ഒരു കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കിട്ടും. സാധ്യത കുറവുള്ള സീറ്റുകളിൽ സ്ത്രീകളെ വെക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ മാമിന് അത് കുറച്ചുകൂടി അഭിമാനിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചാണ് ആ സീറ്റ് നേടിയെടുക്കുന്നത്. പാർട്ടിയുടെ വിജയം എന്നുള്ളതിനേക്കാളും വ്യക്തികളുടെ കഴിവ് കൂടി അംഗീകരിക്കപ്പെടുന്നു എന്ന് പുതിയ കാലത്ത് തോന്നുമ്പോൾ എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്? അതൊരു വലിയ സന്തോഷമുള്ള കാര്യം. പലപ്പോഴും നമ്മളൊക്കെ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളവരാണ്. ഈ രാഷ്ട്രീയ എതിരാളികളുടെ വിദ്വേഷപ്രചരണമെന്നല്ല, എന്താ പറയുക, വിമർശനപരമായ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ വെച്ച് നമ്മളെയൊക്കെ എന്തോ മോശക്കാരാക്കി ചിലരെങ്കിലും അതൊക്കെ വിശ്വസിച്ച് പോവും. പിന്നെ രാഷ്ട്രീയ സാഹചര്യം എതിരാകുമ്പോൾ അത് മാത്രമേ വിശ്വസിക്കൂ. രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാണ്. ഇത്തവണ UDFൻ്റെ വനിതകൾ എന്നുള്ള ഞങ്ങൾക്ക് ഏറെ അഭിമാനം. ഈ തകർക്കാൻ പറ്റില്ല എന്ന് കരുതിയ കോട്ടകളൊക്കെ വനിതകൾ കൂടി തകർത്ത്, പുരുഷന്മാർ എപ്പോഴും അത് ചെയ്യുന്നതാണ്, വനിതകൾ കൂടി തകർത്തിട്ടാണ് 9 MLA-മാർ, വനിതാ MLA-മാർ UDFന് സഭയിലെത്തിയത്. തെഹലി അടക്കം, പേരാമ്പ്ര, എന്തൊക്കെ മതപരമായ അടക്കം ആ കുട്ടിയെ ആക്ഷേപിച്ചു. പക്ഷെ അതിനെയൊക്കെ നല്ല ക്ലാരിറ്റിയോടുകൂടി നേരിട്ട് എലത്തൂര് വിദ്യ, എല്ലാ വനിതകളും എല്ലാവരും നല്ല മിടുക്കികളായി. ആ കാഴ്ച നൽകിയൊരു അനുഭവം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാനാവാത്തത്. എത്ര കാലം നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ ജയിക്കാന്നുള്ളതിനപ്പുറത്തേക്ക് ഈ വനിതാ മുന്നേറ്റം എന്നും സ്വപ്നം കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. അതിന് ഇടയാക്കിയ കേരളത്തിലെ വോട്ടർമാരോട് പ്രത്യേകിച്ച് നന്ദിയുണ്ട്. ഈ സ്ത്രീകൾ എന്നാ തോക്കുമെന്ന് ആരും പറയത്തില്ലല്ലോ. ഞങ്ങളും കോട്ടകൾ പൊളിച്ചു, ഇടത് കോട്ടകൾ പൊളിച്ചു. രാഷ്ട്രീയത്തിൽ വർഷങ്ങളായിട്ട് അനുഭവ പരിചയമുള്ളൊരു വ്യക്തി എന്നുള്ള നിലയിൽ ചോദിക്കുകയാണ്, അന്ന് മുതൽ ഇന്ന് വരെ വനിതകളുടെ രാഷ്ട്രീയത്തെ എങ്ങനെ കാണുന്നു? അതായത് ആ മാറ്റം കാണാൻ പറ്റുന്നുണ്ടോ? വളരെ വിസിബിളാണ്. ഞാൻ ചെറുപ്പത്തിൽ, ഇപ്പം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു ചേച്ചിയെ ഒരു വാർഡ് വേണമെന്ന് അവർ പറഞ്ഞപ്പോൾ എന്തൊരു പരിഹാസമായിരുന്നു. ആ ഒരു ശാന്ത ചേച്ചിക്ക് ഒരു സീറ്റ് ചോദിക്കുന്നത് ഏതാണ്ട് അപരാധമെന്ന് തോന്നിയ കാലത്ത് നിന്ന് പകുതി കൂടുതൽ വനിതകൾക്ക് അധികാരം മാറ്റിവെക്കുന്ന കാലത്തേക്കുള്ള ആ ഒരു പ്രയാണമുണ്ടല്ലോ, ഒരുപാട് പേരുടെ ത്യാഗവും കഷ്ടപ്പാടും. അന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, അന്ന് പ്രവർത്തിക്കുന്ന നേതാക്കന്മാരുടെ ഭാര്യമാരോട് പോയി ചോദിക്കുക ചെയ്തത്. കാരണം രാഷ്ട്രീയത്തിലില്ല, സ്ത്രീകളില്ല. അതെ, ഈ സഹോദരിമാർ, ഭാര്യമാർ, അമ്മമാർ, പെങ്ങന്മാർ, അങ്ങനെ അവരൊക്കെയാണ് നിർത്തിക്കൊണ്ടത്. അതൊക്കെ മാറി. അപ്പോൾ ആരുടെയെങ്കിലും ഭാര്യയാകുന്നതോ സഹോദരിയാകുന്നതോ അതൊന്നും അയോഗ്യതയല്ല. മറിച്ച് ആ ഒറ്റ കാരണം കൊണ്ട് പദവികൾ കൊടുക്കുമ്പോൾ മാത്രമേ അതായത് പ്രവർത്തിച്ച് വരുന്നവർക്ക് അവസരം കൊടുക്കും. ചിലർക്ക് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അവർ സെലക്ട് ചെയ്ത് അവസരം കൊടുത്തിട്ടായിരിക്കും അവർക്ക് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കും. എങ്ങനെയായാലും പാർട്ടിയോട് കൂറോടുകൂടി സമൂഹത്തോട് പ്രതിബദ്ധതയോട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്.
ഏറ്റവും ഇൻസ്പയർ ചെയ്ത വനിത ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരു സംശയമില്ല. അപ്പം പക്ഷെ ജീവിതത്തിൽ ഏറ്റവും കടപ്പാടുള്ളത് ആരോടായിരിക്കും? ഏറ്റവും ഒരുപാട് പേരുണ്ട്. അങ്ങനെ പേര് പറയാൻ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ പല രീതിയിൽ സഹായിച്ച ഒത്തിരി ആളുകളുണ്ട്. ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. എല്ലാവരുമായിട്ടും വലിയ സ്നേഹവും ബഹുമാനമാണ്. എനിക്ക് ആരുമായിട്ടും അമിത അടുപ്പമില്ല, എന്നാൽ എല്ലാവരുമായിട്ടും നല്ല അടുപ്പമാണ്. പലപ്പോഴും നമ്മൾ അവകാശങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കുകയാണ്, ഇത് ചോദിക്കാൻ നീ ആരാ എന്നുള്ളൊരു ധാരണ ഓപ്പോസിറ്റുള്ള ആളുകൾക്ക് പൊതുവെ ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അത് വേണം എന്ന് പറയുമ്പോൾ ഇത് ചോദിക്കാൻ ബിന്ദുകൃഷ്ണയ്ക്ക് എന്ത് അർഹതയുണ്ട്, ഇത്ര പ്രിവിലേജ് ഉള്ള നിങ്ങൾ എന്തിനാ ഇത് ചോദിക്കുന്നതെന്ന ചോദ്യം എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ട്? പലയിടത്തും കേട്ടിട്ടുണ്ട്. പല സെമിനാർ, സ്ത്രീ സംബന്ധിയ അവകാശങ്ങളെ സംബന്ധിച്ച സെമിനാറുകൾക്കൊക്കെ പോകുമ്പോൾ ചിലരൊക്കെ എഴുന്നേറ്റെന്ന് പറയും. ചോദ്യമായിട്ടും ചോദിച്ചിട്ടുണ്ട്. അതായത് നമ്മളത് അനുഭവിക്കാതെ നമ്മളത് പറയേണ്ടതില്ല. അതാണ് ചോദിച്ചത്. ബിന്ദു കൃഷ്ണയ്ക്ക് എന്താ ഇപ്പം പ്രത്യേകിച്ച് DC പ്രസിഡന്റ് ആയതിനു ശേഷം ഞാനത് കേട്ടിട്ടുണ്ട്. സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കണമെന്നൊക്കെ പറയാൻ ബിന്ദു കൃഷ്ണയെ DCC പ്രസിഡന്റ് ആക്കിയില്ലേ, ഇനിയും ആഗ്രഹം തീർന്നില്ലേ, അങ്ങനെയൊക്കെ ചോദിക്കും. ഞാൻ ചോദിക്കുന്നത് അതല്ല. ഇന്ദിരാഗാന്ധിജി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയതുകൊണ്ടോ, ഒരു പ്രതിഭ ദേവി സിംഗ് പാട്ടീൽ, അതുപോലെ ദ്രൗപദി മുർമുജി, ഇവരൊക്കെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയതുകൊണ്ടോ വനിതാ ശാക്തീകരണം ആകുന്നില്ല. ഒരു ചീഫ് സെക്രട്ടറി വനിത ആയതുകൊണ്ടോ ഒന്നും സ്ത്രീ ശാക്തീകരണം ആവുന്നില്ല. സ്ത്രീ ശാക്തി ഇപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 50% രാഷ്ട്രീയ അധികാരത്തിൽ സ്ത്രീകളാണ്. അതുകൊണ്ട് നിയമം നിർമ്മിക്കുന്ന സ്ഥലത്ത് പകുതി സ്ത്രീകളില്ലല്ലോ. ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ 1950 രൂപീകരിച്ച് ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ എത്ര വനിതകളുണ്ടായിട്ടുണ്ട്? എത്ര വനിതാ ചീഫ് ജസ്റ്റിസ് ഉണ്ടായിട്ടുണ്ട്? കേരളത്തിൻ്റെ മാധ്യമരംഗത്ത് ഇപ്പോൾ ആരെങ്കിലുമൊക്കെ എക്സിക്യൂട്ടീവ് എഡിറ്ററോ ഒക്കെ ആകുമ്പോൾ നമ്മൾ ആഘോഷിക്കുക. എന്തുകൊണ്ടത് ആഘോഷിക്കുന്നത്? അതൊക്കെ അപൂർവം. അങ്ങനെയാണോ വേണ്ടത്? എൻ്റെ സ്വപ്നം എന്നും എൻ്റെ നിലപാട്, എവിടെ നമ്മൾ അധികാരം പങ്കിടുന്നുവോ അവിടെ ആരുടെയും ഔദാര്യം, ഞാൻ ആ വാക്ക് ഔദാര്യം എന്നുള്ള വാക്കും സ്വാഭാവിക പ്രക്രിയ എന്ന വാക്കും എല്ലായിടത്തും എൻ്റെ ചിന്തയിലുള്ളൊരു കാര്യം. ഒരു പദവി പങ്കുവയ്ക്കുമ്പോൾ ആരുടെയും ഔദാര്യമല്ലാതെ സ്വാഭാവിക പ്രക്രിയയിലൂടെ പകുതി വനിതകളാകുന്ന, ജനസംഖ്യ ആനുപാതികമായി വനിതകളാകുന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തിൽ മാത്രമേ സ്ത്രീകൾ ശാക്തീകരിക്കപ്പെട്ടു എന്ന് പറയാൻ കഴിയും. ഇപ്പോഴും നമുക്ക് ചുറ്റും ഈ 21-ാം നൂറ്റാണ്ടിൽ 2026 മെയ്യിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ സമയത്ത് സ്വന്തം അവകാശം എന്തെന്നറിയാതെ പല കുടുംബങ്ങളിലും പല ഓഫീസുകളിലും സ്വയം ഒരുങ്ങുന്ന എത്ര അമ്മമാരെ സഹോദരിയെ നമുക്ക് കാണാൻ പറ്റും. വനിതാ കമ്മീഷൻ പോലെ ഞങ്ങൾക്ക് പുരുഷ കമ്മീഷൻ വേണമെന്നും അങ്ങനെ ഒരു നറേഷൻ കേട്ടിട്ടുണ്ടാവുമല്ലോ. വാസ്തവത്തിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട്? ഒരു പുരുഷ കമ്മീഷൻ്റെ ആവശ്യം നമുക്കുണ്ട്? പുരുഷ കമ്മീഷൻ അത് പറയുന്ന പശ്ചാത്തലം ചിലപ്പോഴെങ്കിലും സ്ത്രീകൾ ഈ സ്ത്രീപക്ഷ നിയമങ്ങൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. കറക്റ്റാണ്. ചില കേസുകളൊക്കെ നമുക്ക് തന്നെ അറിയാം. അതിൽ ദുരുപയോഗം തടയാനുള്ള നിയമങ്ങൾ ഓൾറെഡി നമ്മുടെ നിയമത്തിലുണ്ട്. അത് എടുത്ത് പ്രയോഗിക്കുക. അല്ലാതെ എന്തുകൊണ്ട് സ്ത്രീപക്ഷ നിയമങ്ങൾ അല്ലെങ്കിൽ സ്ത്രീപക്ഷ സംവിധാനം, വനിതാ കമ്മീഷൻ, വനിതാ സെല്ല്, ഇതൊക്കെ ഉണ്ടാകുന്ന ഇതെല്ലാം സ്ത്രീകൾക്ക് വേണ്ടി പുരുഷന് വേണ്ടി ഒന്നുമില്ല എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ നിയമങ്ങളും അവകാശങ്ങളും കൃത്യമായി നടപ്പാക്കാതെ വന്നതുകൊണ്ടാണ് ഇത്തരം സംവിധാനങ്ങളുണ്ടായത്. പുരുഷന് സ്വാഭാവികമായി ഇതൊക്കെ കിട്ടുന്നുണ്ട്. എവിടെയെങ്കിലും കിട്ടുന്നില്ലെങ്കിൽ അതുകൊണ്ട് പരിഹരിക്കും. എൻ്റെ ഒരു നിലപാട്, പെണ്ണായതുകൊണ്ട് ചെയ്യുന്ന തെറ്റുകളെല്ലാം പെണ്ണെന്ന ആ പേര് വെച്ച് ന്യായീകരിക്കുന്നതോട് യോജിക്കാൻ പറ്റത്തില്ല. അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുന്ന ഒരു ഇടമാണ് നമ്മുടെ കേരളം തോന്നിയിട്ടില്ല. ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് ആലോചിക്കാം. പാവപ്പെട്ടവനോട് ചേർന്ന് നിൽക്കുന്ന സംഘടന ഇടതാണെന്നൊരു നറേഷനുണ്ട്. ബിന്ദു കൃഷ്ണ എന്നൊരു വനിതയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകയോ വളരെ ആളുകൾക്കിടയിൽ ജനപ്രിയമാക്കുന്നതിൻ്റെ ഒരു കാര്യം എനിക്ക് തോന്നുന്നു അവരോട് ഏറ്റവും അടുത്ത് ഇടപഴകാൻ സഹായിക്കുന്നതുകൊണ്ടുകൂടിയിരിക്കും, അവരുടെ പ്രശ്നങ്ങൾ അറിയുന്നത് കൊണ്ടായിരിക്കും. അങ്ങനെ ഒരു നറേഷനോട് എന്താണ് തോന്നിയിട്ടുള്ളത്? ഇടതുപക്ഷം ഹൃദയപക്ഷം എന്നൊരു സ്ലോഗൻ ഉണ്ടല്ലോ, അതുപോലൊരു നറേറ്റീവ് എല്ലാ കാലത്തും സൃഷ്ടിക്കാൻ അവർ ബോധപൂർവ്വം ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഭാഗമാണ് ഇടതുപക്ഷമായാലേ തൊഴിലാളികൾക്ക് ഇപ്പം ഞങ്ങൾ പ്രസംഗിക്കുന്ന സ്ഥാനത്തൊരു CPMൻ്റെ ഇടതുപക്ഷ തൊഴിലാളി അല്ലെങ്കിൽ ഇടതുപക്ഷ നേതാവ് പ്രസംഗിക്കുകയാണെങ്കിൽ പ്രസംഗവേദികളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് തൊഴിലാളി അവകാശങ്ങളെക്കുറിച്ച് അവർ പറയും. പക്ഷെ ഒന്ന് നോക്കൂ, അവരധികാരത്തിൽ ബാക്കിയൊക്കെ മറന്നേക്കും, കഴിഞ്ഞ 10 വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിൻ്റെ ഭരണകാലത്ത് എത്ര തൊഴിലാളികൾ ഇവിടെ സംരക്ഷിക്കപ്പെട്ടു? എന്ത് സ്നേഹമാണ്, ചേർത്തിരുത്തലാണ് അവർക്കുണ്ട്. PR വർക്കിനപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പറഞ്ഞാൽ തീരത്തില്ല. ഒന്നും വേണ്ട, ദാരിദ്ര്യമുക്ത കേരളം എന്ത് കണ്ടിട്ടാണ് പറയുന്നത്? ഇവിടെ എവിടെയാണ് ദാരിദ്ര്യം തുടച്ചിരിക്കുക? ഇനിയിപ്പോൾ അത്യാവശ്യം വീട്ടിൽ ജീവിത സൗകര്യങ്ങളുള്ള ഒരു കുടുംബത്തിലാണെങ്കിൽ പോലും ഒരു രോഗം വന്നാൽ, ഒരു വലിയ രോഗം വന്നാൽ ആ കുടുംബം കുളം തോണ്ടുമെന്നൊക്കെ പറയുന്ന കണക്ക് സാമ്പത്തിക ഭദ്രത തീരെ ഇല്ലാതായിരിക്കും. അതുകൊണ്ട് ഓരോ അങ്ങനെയുള്ള ദാരിദ്ര്യം അടക്കമുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെ ജീവിത സാഹചര്യം ഉയർത്തുവാനുള്ള കാര്യങ്ങൾ ചെയ്യാതെ
ദാരിദ്ര്യമുക്ത കേരളത്തിൻ്റെ PR വർക്കിന് വേണ്ടി കോടികൾ ചെലവഴിച്ചു. അതെങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും? തൊഴിലാളി ഇവിടെ കൊല്ലത്ത് കശുവണ്ടി തൊഴിലാളികളാണ്. ഈ കശുവണ്ടി തൊഴിലാളിയുടെ കണ്ണീരൊപ്പാതെ എന്ത് രാഷ്ട്രീയമാണ് അവർ നടത്തുന്നത്? എവിടെ അവർ തൊഴിലാളികളെ സംരക്ഷിക്കുന്നത്? ഏത് പാവങ്ങളെ അവർ സംരക്ഷിച്ചത്? ഒരു പാർട്ടിയിൽ പോലും ഉള്ള കുറേ പേര് അവരുടെ അപ്പോഴപ്പോഴുള്ള ആളുകളോട് ചേർന്ന് നിൽക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം കിട്ടിയിട്ടുണ്ടോ? പക്ഷെ ജനറൽ പബ്ലിക്കിന് എന്ത് കിട്ടി? ആ നെറേറ്റീവ് തികച്ചും അവാസ്തവമാണ്. എങ്ങനെയാണോ കേരളത്തിൻ്റെ സാമൂഹ്യ നവോത്ഥാനം നടത്തിയത് ഞങ്ങളാണെന്ന് അവരുടെ സ്റ്റഡി ക്ലാസ്സുകൾ ആളുകൾ പഠിപ്പിക്കുന്ന പോലെ ഒട്ടുമിക്ക നവോത്ഥാന മുന്നേറ്റങ്ങളും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നതിന് മുമ്പ് നടന്നിട്ടുള്ളതാണ്. പക്ഷെ അവരാണ് അതിൻ്റെ വക്താക്കളെന്ന് പറയും. മാധ്യമ ലോകത്ത് പോലും അത്തരം ഒരു നറേറ്റീവ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് വസ്തുതാവിരുദ്ധമാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, വനിതകളായാലും കുട്ടികളായാലും ഇനിയിപ്പം പുരുഷന്മാരായിക്കോട്ടെ, നമുക്ക് എവിടെ പോയി കഴിഞ്ഞാലും ആദ്യം നമുക്ക് തോന്നുന്ന ഒരു ബുദ്ധിമുട്ട് ടോയ്ലറ്റാണ്. വേണ്ടത്ര ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഒരു സമയത്ത് നമ്മൾ ഈ ടോയ്ലറ്റ് എന്ന് പറഞ്ഞ സംവിധാനം കൊണ്ടുവന്നിരുന്നു. എല്ലാ ബസ് സ്റ്റാൻഡുകളോടും ചേർത്ത് നമുക്ക് ടോയ്ലറ്റുകളുണ്ട്. പക്ഷേ ഇതിൽ എത്ര എണ്ണം നമുക്ക് ഉപയോഗിക്കാൻ തക്കവണ്ണം യോഗ്യമാണെന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. ഇത് പരിഹരിക്കപ്പെടാൻ എന്തെങ്കിലും മാർഗം? കാരണം മനുഷ്യനുള്ള കാലത്തോളം ആവശ്യമുള്ളൊരു കാര്യം കൂടിയാണല്ലോ. മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ പൊതു ഇടങ്ങളിൽ ഇത്തരം സംവിധാനങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല. ഈ ഒരുപാട് വലിയ വിറ്റാണ്. ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ ചോദിച്ചാൽ ഇതെല്ലാം ഉണ്ടെന്നാണ് പറയുന്നത്. കണക്കിലുണ്ട്, കാര്യത്തിലില്ല. അത് മാറണം. ഞാനടക്കം ഇപ്പം അത്യാവശ്യം സാമ്പത്തിക ഉയർന്ന ശ്രേണിയിൽ നിൽക്കുന്നവർക്ക് ഇതൊരു പ്രശ്നമല്ല. വലിയ ഹോട്ടലുകളും അത്തരം ഇടങ്ങളിലുമൊക്കെ കയറും. പക്ഷേ സാധാരണക്കാരാണ് നമ്മുടെ നാട്ടിൽ കൂടുതൽ. സാധാരണ സ്ത്രീകൾ ഇന്ന് പുറത്തിറങ്ങിയിട്ട് തിരിച്ച് കയറുന്നവരെ ഈ പറയുന്ന ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ അത് ഒരുപാട് അനുഭവിച്ചിട്ടുള്ളത്. ഒരുപാട്, കാരണം എപ്പോഴും യാത്രകളായിരുന്നല്ലോ. വെളുപ്പാങ്കാലത്ത് പോയാലും തിരികെ വീട്ടിൽ പോയിട്ട് മാത്രം പോയിട്ടുള്ള സാഹചര്യങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഏറ്റവും വലിയ ഇത് കേൾക്കുമ്പോൾ പൊതു ശൗചാലയങ്ങൾ നിർമ്മിക്കുന്നതിന് മുൻഗണന നൽകുമെന്ന് പറഞ്ഞാൽ ആൾ നമ്മൾ പരിഹസിക്കായിരിക്കും. പക്ഷെ പരിഹാസത്തിനപ്പുറത്തേക്ക് അതൊരു ആവശ്യമാണ്, വസ്തുതയാണ്. അത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണമെന്ന് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഞങ്ങൾ അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും. അതുപോലെ മറ്റൊരു പ്രശ്നമാണ് ഇപ്പോൾ കുട്ടികൾക്ക് അഡോളസെൻ്റ് ഏജ് നമ്മൾ താഴോട്ട് വന്നു കഴിഞ്ഞു. സ്കൂളുകളിൽ കുട്ടികളൊക്കെ ഈ പീരിയഡ്സ് ആവുന്നതൊക്കെ വളരെ നേരത്തെ ആയിട്ടുണ്ട്. ഒരു 8 വയസ്സിലെ കുട്ടികൾ പ്രായപൂർത്തിയാവുന്നു. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ കുട്ടികളുടെ ആരോഗ്യവും അതേ സമയത്ത് തന്നെ അവരുടെ ബാക്കിയുള്ള മൊത്തത്തിലുള്ള ബിഹേവിയറൽ കാര്യങ്ങൾ മോൾഡ് ചെയ്യുന്നതിനുമായിട്ട് എന്തെങ്കിലും പദ്ധതികൾ മനസ്സിലുണ്ടോ? തീർച്ചയായും അത് ചെയ്യണം. ഈ പറയുന്ന പോലെ നമ്മളെല്ലാവരും അതിലൂടെ കടന്നു വന്നിട്ടുള്ള അതൊന്നും നമ്മളെ ഒന്നും അച്ഛനമ്മമാർക്കപ്പുറത്തേക്ക് മറ്റ് ഇതൊന്നും കിട്ടില്ല. പക്ഷെ ഇപ്പം സമൂഹം ഒരുപാട് മാറി, അതിലേക്ക് അവബോധമുണ്ട്. പദ്ധതികൾ സർക്കാരുകൾ ആവിഷ്കരിക്കുന്നുണ്ട്. കാരണം ഈ കുട്ടികളെല്ലാം ഒരു സമയം വരെ സ്കൂളുകളിലാണ്. അതാ കൂടുതൽ സമയം അവർ സ്കൂളുകളിലാണ്. ശുചിത്വം, മാനസികമായ ഒരുപാട് ചേഞ്ചസ്, ഹോർമോൺ ചേഞ്ചസ് അടക്കം വരുന്നതാണ്. അവർക്ക് കുറേ കൂടി ധൈര്യം കൊടുക്കേണ്ടതാണ്, ആത്മവിശ്വാസം പകർന്നു കൊടുക്കേണ്ടതാണ്. ഒപ്പം ആരോഗ്യപരമായ ശ്രദ്ധയും ആവശ്യമുള്ള കാലഘട്ടമാണ്. സ്കൂൾ കൗൺസിലേഴ്സൊക്കെ പല കാര്യങ്ങളും അവരെയൊക്കെ സഹായിക്കുന്നുണ്ടെങ്കിലും കുറച്ചുകൂടി ഈ ലോകത്തിലെ പരിഷ്കൃത സമൂഹങ്ങളിൽ നടക്കുന്ന അല്ലെങ്കിൽ സാധ്യതയുള്ള കാര്യങ്ങൾ കൂടി ആ കുഞ്ഞുങ്ങളുടെ ശാരീരികവും മാനസികവുമായ കാര്യക്ഷമതയ്ക്ക് വേണ്ടി തീർച്ചയായും പദ്ധതികൾ ആവിഷ്കരിക്കും. വനിതകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സോഷ്യൽ മീഡിയ ഒഴിവാക്കാൻ പറ്റില്ല. പുതിയ കാലത്ത് ഏറ്റവും കൂടുതൽ അക്രമവും അതിക്രമവും നടക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ചിലപ്പോൾ സോഷ്യൽ മീഡിയ ആയിരിക്കും. വെട്ടുകിളി കൂട്ടങ്ങൾ. ഒരുപക്ഷെ മാഡവും അതിൻ്റെ ഇരയായിട്ടുണ്ടാകണം ഫ്രം ദ വെരി ബിഗിനിങ്. അതെ. അപ്പോൾ എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ സ്ത്രീകൾക്കെതിരെയുള്ള പരാമർശങ്ങളായാലും ഈ പറഞ്ഞ വെട്ടുകിളി ആക്രമമായാലും ഇതിനൊക്കെതിരെ എന്താണ് മുന്നോട്ടുള്ള പ്ലാൻ? ശക്തമായ നിയമം വേണമെന്ന അഭിപ്രായക്കാരിയാണ് ഞാൻ. ഡീസൻസി എന്ന് പറയുന്നത് സമൂഹത്തിൽ വളരെ ആവശ്യമാണ്. അതുപോലെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ സ്പേസ് ഉണ്ട്. എല്ലാ മനുഷ്യർക്കും റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി എന്ന് പറയുന്നത് പോലെ എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും സ്വകാര്യത അനിവാര്യമാണ്. മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് കടന്നുകൂടി ഇല്ലാ കഥകൾ പറഞ്ഞ് തേജോവധം ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു വിഭാഗം നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലുണ്ട്. അവരെ കൈകാര്യം ചെയ്തേ പറ്റും. അവരൊരു കൾപ്രിറ്റ്സാണ്, അവർ കുറ്റവാളികളാണ്, അവർ നല്ല മനുഷ്യരല്ല. കുറ്റവാളികളെ നിയമം വഴി ശിക്ഷിച്ചേ മതിയാകും. അതിന് സമഗ്രമായ നിയമമാണ്. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനും ഒക്കെ അപ്പുറത്താണ്. അത് കുറ്റകൃത്യമാണ്. കുറ്റകൃത്യത്തെ ഒരു അഭിപ്രായം പറയുന്നതും ആളുകളെ ആക്രമിക്കുന്നതും രണ്ടായിട്ട് സമൂഹം കണ്ടേ മതിയാവും. തീർച്ചയായും നിയമനിർമ്മാണം അനിവാര്യമാണ്. അതിൻ്റെ കാരണം ഇപ്പം ഞാനടക്കമുള്ള രാഷ്ട്രീയ പ്രവർത്തകരെ സ്വപ്നം പോലും കാണാത്ത രീതിയിൽ എന്താ പറയുക,
എന്തൊക്കെ രീതിയിലാക്കുക, നമ്മുടെ മുഖവും വെച്ച് ആരെങ്കിലുമൊക്കെ ശരീരവും വെച്ച് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അതിൽ ആനന്ദം കെട്ടുന്ന കുറേ ആളുകൾ. നമുക്കൊക്കെ അത് നെവർ മൈൻഡ്. അത് അവരുടെ സംസ്കാരം, അവരങ്ങനെ വാക്കുകൊണ്ടോ നോക്കൊണ്ടോ ജീവിതത്തിൽ തെറ്റിയാതെ നമുക്കൊന്നും ആരെയും പേടിക്കേണ്ട കാര്യമില്ല. അവർ പറഞ്ഞ ആനന്ദം കണ്ടെത്തി പൊക്കോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ നെവർ മൈൻഡായിട്ട് കളയും. അതല്ല സമൂഹത്തിലെ സാധാരണ സ്ത്രീകളുടെ അവസ്ഥ. നമുക്കൊരു പക്ഷേ കുടുംബത്തിൻ്റെ പിൻബലമുണ്ട്, സമൂഹത്തിൻ്റെ പിൻബലമുണ്ട്, വർഷങ്ങളുടെ അനുഭവം കൊണ്ട് നമുക്ക് സ്വയമേവ ഒരു ധൈര്യമുണ്ട്, ആത്മവിശ്വാസമുണ്ട്. പക്ഷെ ഇതൊന്നുമില്ലാത്ത സാധാരണക്കാരുണ്ട്. ആരുടെയെങ്കിലും ആക്ഷേപം കേട്ടാൽ പതറിപ്പോകുന്ന ഒത്തിരി പെൺകുട്ടിയുടെ സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എത്ര പേരുടെ ജീവിതം ഇല്ലാതായിട്ടുണ്ട്, ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ട് ജീവിതത്തിൽ ഈ അപമാനവും അപവാദവും പേടിച്ച്. ചിലർ കുടുംബജീവിതത്തെ ബാധിക്കും. ഈ അപമാനവും അപവാദവും കേട്ടത് ശരിയെന്ന് വിശ്വസിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, കുടുംബങ്ങളിലകത്തുമുണ്ട്. അതൊക്കെ അവരുടെ ജീവിതം തകർക്കും. അതുകൊണ്ട് ഒരാളെയും വേദനിപ്പിക്കാനുള്ള അവസരം ഉണ്ടാകരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. സാധ്യമായ നിയമവഴികൾ അതിനുവേണ്ടി ആലോചിക്കും. ഈ നാട്ടിൻപുറത്തെ അമ്മമാരെയൊക്കെ ഒരുപക്ഷെ സെൽഫ് സഫീഷ്യൻ്റ് ആക്കിയതിൽ പശുക്കൾക്കും പാലിനും ഉള്ളൊരു പങ്ക് നമുക്ക് പറയാതെ പറ്റില്ല. കുടുംബശ്രീ പോലെ തന്നെ അവരെ സ്വയം പര്യാപ്തരാക്കിയതിൽ ഒരു വലിയ പങ്ക് നമ്മുടെ നാട്ടിലെ പശുക്കൾക്കുണ്ട്. അപ്പോൾ ഈ പാൽ വില വർദ്ധിപ്പിക്കുമ്പോഴും അതിൻ്റെ ഒരു പങ്ക് കർഷകർക്ക് അത് വേണ്ട രീതിയിൽ എത്തുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. എന്താണ് അതിന് മറികടക്കാൻ എന്തെങ്കിലും പദ്ധതിയുണ്ട്? ഇത്തവണ ഞാൻ മന്ത്രിയെ എൻ്റെ വകുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ ആ ദിവസം പാൽവില കൂട്ടി. കുറേ ആളുകൾ അന്ന് പാൽവില കൂട്ടി വെച്ച സർക്കാരിൻ്റെ ആളുകൾ വന്നിട്ട് പറയുക, ദേ പുതിയ സർക്കാർ വന്ന് പാൽവില വർദ്ധിപ്പിച്ചു. അതിൻ്റെ പരിഹാസത്തിനപ്പുറത്തേക്ക് ക്ഷീര കർഷകരെ സഹായിക്കേണ്ടത് വളരെ ആവശ്യമാണ്. എങ്കിലേ ഈ വ്യവസായം നിലനിൽക്കുള്ളൂ, ഈ ഒരു മേഖല നിലനിൽക്കുകയുള്ളൂ. ഇപ്പോൾ കൂട്ടിയ 4 രൂപയിൽ 3 രൂപ 35 പൈസയും നേരിട്ട് ക്ഷീര കർഷകർക്ക് കിട്ടുന്നു എന്നാണ് മനസ്സിലായത്. പക്ഷേ ഞാൻ വകുപ്പ് മേധാവികളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, എന്നും ഞാനൊരു വീട്ടമ്മയായ അല്ലെ സാധാരണക്കാരിയായ ഒരാളാണ്. എനിക്ക് 1 ലിറ്റർ പാലിന് 4 രൂപ കൂടിയെന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബ ബഡ്ജറ്റ് താളങ്ങ് തെറ്റി. കാരണം പരിമിതമായ വരുമാനമേ ഉള്ളൂ. അത് സമൂഹത്തിലെ താഴ്ന്ന വിഭാഗങ്ങൾക്കും താഴ്ന്ന ഇടത്തരക്കാർക്ക് ഇത് താങ്ങാനാവുന്നതല്ല. ഇതിനനുസരിച്ച് വരുമാനം കൂടുന്നില്ലല്ലോ. അതുകൊണ്ട് പാലില്ലാതെ പറ്റുകയുമില്ല. അതുകൊണ്ട് ഈ പാൽവില കൂട്ടാതെ എങ്ങനെ ഈ മേഖലയെ നിലനിർത്താം എന്നതിനെക്കുറിച്ചൊരു സ്റ്റഡിയാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. തീർച്ചയായും ആ വഴിക്കും കൂടി നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. സമഗ്രമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാം. അവസാനമായിട്ടൊരു ചോദ്യം. ബിന്ദു കൃഷ്ണ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരിക ഒരു ചുമന്ന പൊട്ടും പിന്നെ കോട്ടൺ സാരിയുമാണ്. ബോർഡറുള്ള പലതരം കോട്ടൺ സാരികൾ. ഇങ്ങനെ ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെൻറ്റ് വേണമെന്ന് ആഗ്രഹിച്ച് ചെയ്യുന്നതാണോ? നമുക്കറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ടാണ്. ഞാൻ സാരി ഉടുത്ത് ഞങ്ങൾ കോളേജിൽ പഠിക്കും. കാരണം പലപ്പോഴും സമരമുഖത്തൊക്കെ ഈ സാരി വെച്ചിരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൂടെ ആലോചിച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. തീർച്ചയായും ഫസ്റ്റ് DC കഴിഞ്ഞപ്പോൾ സെക്കൻഡ് DC തുടങ്ങുന്നത്. ഫസ്റ്റ് DC സ്കേർട്ടും ബ്ലൗസും ഇട്ടാൽ പോയി. പക്ഷെ അപ്പോഴേക്ക് ഈ പറഞ്ഞ കണക്ക് KSU നേതാവായി. അപ്പം മുതിർന്ന ഒരാളെന്ന് ഫീൽ ചെയ്യണമെങ്കിൽ സാരി ഉടുക്കണം. അങ്ങനെ ഏർലി 16 ആയപ്പോൾ തന്നെ സാരി ഉടുത്ത ആളാണ്. 16 ആവുന്നതിന് തൊട്ട് മുമ്പ് സാരി എടുത്ത് തുടങ്ങിയ ആളാണ്. അന്ന് കോട്ടൺ സാരിയായിരുന്നു. പിന്നെ ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയപ്പോഴാണ് വെള്ളയിലേക്ക് വരുന്നത്. ഇന്നത്തെ മാളവ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ചിലരൊക്കെ ഖദറും ഖാദിയും അങ്ങനെയൊക്കെ ഈ പറയുന്നത് പോലെ വെള്ള സാരി ബോർഡർ എന്തെങ്കിലും കളറൊക്കെ. അപ്പം ഞാൻ കോട്ടൺ എടുത്തു വന്നുകൊണ്ട് ഞങ്ങളൊക്കെ ഷാൻചേച്ചിയും അതാണ് ചിന്തിച്ചത്. അതിന് തൊട്ട് കുറേ വന്ന ഞങ്ങളും എല്ലാവരും ഞങ്ങളുടെ ഒരു കോമൺ, ഞാൻ മാളവ കോൺഗ്രസിൻ്റെ ആയപ്പം കുറേ പേര് കളർ സാരി ഉടുത്തും കുറേ പേര് വെള്ള സാരി ഉടുത്തുണ്ട്. സോ ഞാൻ നിർദ്ദേശിച്ചു നമുക്ക് വെള്ള സാരി എന്ന് പറയുമ്പോൾ ഒരു പൊളിറ്റീഷ്യൻ്റെ എന്തോ അങ്ങനെ അന്നങ്ങനെ തോന്നി. ഞങ്ങളെല്ലാവരും സ്ഥിരം അങ്ങനെയായി. ഞങ്ങളുടെ കൂടെ വന്നവരും അങ്ങനെയായി. അത് ഞങ്ങളുടെ സ്റ്റൈൽ പാറ്റേണായി മാറിയത്. നിലപാടുകൾ പറയേണ്ടി വരുന്ന സമയങ്ങളിൽ എപ്പോഴെങ്കിലും ഒക്കെ അത് പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട്? ഇല്ല, നിലപാട് തന്നെയാണ്. വിമർശിച്ചാലും കുറ്റപ്പെടുത്തിയാലും നിലപാടിൽ മാറ്റമില്ല. 2012 ജൂലൈ 10, 11, 12 അങ്ങനെ എന്തോ ആണ് തിരുവനന്തപുരത്ത് വെച്ച് നടന്നു. അവിടെ പൊളിറ്റിക്കൽ റെസൊല്യൂഷൻ വായിച്ച് പാസ്സാക്കി, സംഘടനാ പ്രമേയം പാസ്സാക്കി. അങ്ങനെ ആദ്യം പൊളിറ്റിക്കൽ റെസൊല്യൂഷൻ അന്ന് ഇത്തിരി വിവാദമായി. ചാനലുകളിലൊക്കെ 8 മണി ചർച്ചയിലൊക്കെ, അന്ന് 9 മണിയാണ് ചർച്ചയിലൊക്കെ വൻ വിവാദമായി. മാളവ കോൺഗ്രസ് അത് പറഞ്ഞു, ഇത് പറഞ്ഞു, ബിന്ദു കൃഷ്ണ ഇത് പറഞ്ഞു, വൻ വിവാദമായി. അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന, എന്നെ പലപ്പോഴും ഗൈഡ് ചെയ്തിട്ടുള്ള എൻ്റെ ഏറ്റവും അടുത്തൊരു നേതാവ് എന്നെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, ബിന്ദു ഇപ്പോൾ KSU അല്ല, യൂത്ത് കോൺഗ്രസ് അല്ല, മഹിളാ കോൺഗ്രസ്സാണ്. മഹിളാ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കെതിരെ വല്ല അതിക്രമമൊക്കെ നടക്കുമ്പോൾ അവിടെ പോയൊരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ നടത്തി അതിനെതിരെ സമരം ചെയ്തൊക്കെ പോയാൽ, അല്ലാതെ ഇതിലൊന്നും കയറി അഭിപ്രായം പറഞ്ഞ് വെറുതെ വിവാദത്തിലൊന്നും പോടല്ലേന്ന് ഞാൻ അപ്പം ഡ്യൂ റെസ്പെക്റ്റോടുകൂടി പറഞ്ഞു. ഇല്ല, സ്ത്രീകൾക്ക് മസ്തിഷ്കമുണ്ട്, സ്ത്രീകൾ ചിന്തിക്കുന്നുണ്ട്, സ്ത്രീകൾക്ക് അഭിപ്രായമുണ്ട്, അങ്ങനെ പറയരുത്. എല്ലാ റെസ്പെക്റ്റും ഉണ്ട്, എനിക്കിതേ പറ്റും. ഞാൻ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് പൊളിറ്റീഷ്യനാണ്. കേരളത്തിലെ രാജ്യത്തെ ലോകത്തെ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളോട് പ്രതികരിക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്ത് പൊതുപ്രവർത്തക
പുരുഷൻ എങ്ങനെയാണോ ചിന്തിക്കുന്നത് സ്വന്തം അഭിപ്രായമുള്ള അതുപോലെ സ്ത്രീക്കുമുണ്ട്. സ്ത്രീ അഭിപ്രായം പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ യോജിക്കാൻ പറ്റില്ല. ഒരുപാട് വിമർശനങ്ങൾ അക്കാലത്തൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിൽ നിലപാട് ഇതാണ്. ഒരു വിഷയം നമ്മുടെ മുന്നിൽ വരുമ്പോൾ ശരിയാ എൻ്റെ ഒരു നിലപാട് അതാ എന്നുള്ളത് അതങ്ങ് പറയാമല്ല. അത് പിന്നെ അതിന് വരുന്ന കോൺസിക്വൻസ് ഇപ്പം അങ്ങനെ പറ്റിയിട്ടുണ്ട്. ചുരുക്കം അതിൽ ചില വിമൻ ഇഷ്യൂലെത്തുമ്പോൾ അതിൻ്റെ ഒരു മറുപുറം ഉണ്ടായിരുന്നു, പിന്നീട് തിരിച്ചറിയുമ്പോൾ പിന്നെ സൈലൻ്റ് ആയിട്ടുണ്ട്. പൊളിറ്റിക്സിലേക്ക് വരുന്ന സ്ത്രീകളോട് എന്താണ് പറയാനുള്ളത്? പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. ഈ രാജ്യത്ത് ലിംഗഭേദമന്യേ എല്ലാവരും രാഷ്ട്രീയ പ്രക്രിയയിൽ ഇടപെടും. ഞാൻ കുട്ടികളുടെയൊക്കെ പരിപാടിക്ക് ചെല്ലുമ്പോൾ എല്ലാവരോടും ചോദിക്കാൻ ആരാകാൻ ആഗ്രഹിക്കുന്നു. ഒരു കുട്ടി ഇന്നുവരെ രാഷ്ട്രീയ പ്രവർത്തകരാകാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞിട്ടില്ല. ഞാൻ ആ മക്കളോട് പറയും, നിങ്ങൾ ഡോക്ടർ ആയിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ, IAS ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, പക്ഷെ നിങ്ങൾ പൊളിറ്റിക്സ് ശ്രദ്ധിക്കണം. നിങ്ങൾ പൊളിറ്റിക്സിൽ ഇടപെടണം. ഫുൾ ടൈം പൊളിറ്റീഷ്യൻ ആയില്ലെങ്കിലും പൊളിറ്റിക്സിൽ ഇടപെടണം. കാരണം ഈ രാജ്യത്തിൻ്റെ ഭാഗതയെ നിർണ്ണയിക്കുന്നവർ രാഷ്ട്രീയ പ്രവർത്തകർ. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കാണ് ഭരണപരമായ ഉത്തരവാദിത്വം ജനങ്ങൾ ഏൽപ്പിക്കും. അപ്പം നമ്മുടെ നല്ല മൂല്യബോധമുള്ള, വിവേചന ശേഷിയുള്ള, ചിന്താശേഷിയുള്ള, അതിനുമപ്പുറത്തേക്ക് പൗരബോധമുള്ള കുഞ്ഞുങ്ങൾ അത് ശ്രദ്ധിക്കാതിരുന്ന സമൂഹത്തിൻ്റെ പരിച്ഛേദമാണല്ലോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. ഈ കുട്ടികൾ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നല്ലവരല്ലാത്ത ആളുകൾ മുകളിലേക്ക് പോകും. ശരിയും തെറ്റിനെയും തിരഞ്ഞെടുക്കാനുള്ള കഴിവുണ്ടാകണ്ടേ, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കണ്ടേ? അതുകൊണ്ട് ശരികളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ എല്ലാവരും രാഷ്ട്രീയം ശ്രദ്ധിക്കണം. ഒന്നാമത്. രണ്ടാമത്തേത്, അതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം, രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്ന സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്, നിർഭയരായി സ്വന്തം ചിന്തകൾക്കും സ്വന്തം നിലപാടുകൾക്കും വേണ്ടി നിലകൊള്ളണം. അവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്നുള്ളത് ഒരിക്കലും നമ്മളെ ബാധിക്കും. പറഞ്ഞു എന്നുള്ളത് ബാധിക്കണം. എങ്ങനെയെന്ന് വെച്ചാൽ ഒരാളൊരു കാര്യം പറയുന്നത് ശ്രദ്ധിക്കണം. അതിനകത്ത് എന്തെങ്കിലും കാതലുള്ളത് ഉണ്ടെങ്കിൽ, കാമ്പുള്ളതുണ്ടെങ്കിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടതിനെ ഉൾക്കൊള്ളണം. കാരണം എനിക്കെല്ലാം അറിയത്തില്ല. മറ്റുള്ളവരുടെ പല അഭിപ്രായങ്ങളിൽ നിന്നാണ് ഈ അഭിപ്രായമായിരിക്കും അനുയോജ്യമെന്ന് തോന്നുന്നത്. അല്ലാതെ ഞാൻ എൻ്റെ ചിന്ത മാത്രം വെച്ചുകൊണ്ട് പോയാൽ പറ്റില്ലല്ലോ. ആ അർത്ഥത്തിൽ കേൾക്കാമെന്നതിനപ്പുറത്തേക്ക് നമ്മളെ നിരാശപ്പെടുത്തുന്നതോ നമ്മളെ അടിച്ചമർത്തുന്നതോ ആയ ഒരു കാര്യം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഭയന്ന് പിന്മാറരുത്. നിർഭയരായി ആത്മവിശ്വാസത്തോടെ നല്ല സമർത്ഥകളായ സാമൂഹ്യ പ്രവർത്തകരായി നമുക്ക് മുന്നോട്ട് പോകാം.